എല്ലാവരെയും സോളാർ സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയം ലിഥിയം ബാറ്ററിയെ കുറിച്ചാണ്. ലിഥിയം ബാറ്ററി പ്രധാനമായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം അത് വരും തലമുറകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരാൻ പോകുന്നത് ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കാം. ഓൺ ഗ്രിഡിനെ അപേക്ഷിച്ച് ഓഫ് ഗ്രിഡ് വരാനുള്ള സാധ്യതകൾ പലതുമുണ്ട്. പല കമ്പനികളും ഇപ്പോൾ വലിയ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. 100 കിലോ വാട്ടും 300 കിലോ വാട്ടും ഒക്കെ പല കമ്പനികളും ഇപ്പോൾ തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നു. അതിന്റെ കാരണം പവർ ക്വാളിറ്റി, തടസ്സമില്ലാത്ത വൈദ്യുതി, അതുപോലെ തന്നെ അവർക്ക് ഫിക്സഡ് ചാർജ് പ്രോഫിറ്റ് കിട്ടുന്നു. അതായത് ഓൺ ഗ്രിഡിന് കിട്ടാത്ത ഒരു സവിശേഷത ഓഫ് ഗ്രിഡിന് ഫിക്സഡ് ചാർജിന്റെ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ്. അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഫിക്സഡ് ചാർജ് ഒരു 100 കിലോ വാട്ടിനെയൊക്കെ സംബന്ധിച്ചൊക്കെയാണ് വലിയൊരു എമൗണ്ട് ആണ് വരിക. അപ്പം അതുകൊണ്ട് വലിയ കമ്പനികളൊക്കെ ഇപ്പോൾ ഓൺ ഗ്രിഡിന് പകരം ഓഫ് ഗ്രിഡിലേക്ക് തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല സപ്പോർട്ടിങ് ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ലിഥിയം ബാറ്ററിയെ കുറിച്ച് ക്ലാസ് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായിരിക്കും. അതെ, ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് പേര് അവരുടെ ഓഡിയോ കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു മെസ്സേജ് ഇടുവാണ്. അതിന്റെ കാരണം അവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടൊരു മെസ്സേജാണ്. സാധാരണ ഇപ്പം വോളിയം കേൾക്കുന്നവർക്ക് പ്രശ്നമില്ല, അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ട്ര എനർജിയുടെ CEO ആയ മിസ്റ്റർ റാഷിൻ മുഹമ്മദ് ആണ്. അദ്ദേഹം AMI ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ AMI ആണ്. 15 വർഷം ഡിസൈനിങ് ആൻഡ് പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഇൻഡസ്ട്രിയിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 5 വർഷം ലിഥിയം ബാറ്ററിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ലിഥിയം ബാറ്ററി ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അസംബ്ലി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ലിഥിയം ബാറ്ററിയെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ട്. നമ്മുടെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുമുണ്ട്. നമ്മളിപ്പോൾ മുൻ ക്ലാസ്സുകൾ പോലെ തന്നെ ഒരു 45 മിനിറ്റോളം നമുക്ക് ഇതിന്റെ ലിഥിയം ബാറ്ററിയെ കുറിച്ച് നമ്മൾ ആദ്യം ശ്രദ്ധിക്കും. അതിനുശേഷം നമുക്ക് Q&A സെഷൻ, നിങ്ങളുടെ ചോദ്യോത്തരം അതിന്റെ ചർച്ച ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളെ എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുവാണ്, അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിനുശേഷം ചോദ്യോത്തര അതിന്റെ സമയത്ത് ആ മൈക്ക് ഓൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ റാഷിൻ മുഹമ്മദിനെ നമുക്ക് ഊഷ്മളമായി ഇതിലേക്ക് ക്ഷണിക്കുന്നു. റാഷിൻ, ആദ്യം തന്നെ റാഷിനെ കുറിച്ച് ഒരു സെൽഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാണ്. പിന്നെ ഹലോ, ഞാൻ ഓഡിബിൾ ആണോ അല്ലേ? കേൾക്കാം. ഓക്കെ, ശരി. ഞാനപ്പോ ആദ്യം എന്റെ സ്ക്രീൻ കൂടി ഷെയർ ചെയ്തിട്ട് തുടങ്ങാം എന്ന് തോന്നുന്നു. അപ്പൊ അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോ ഞാൻ എന്നെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. മലയാളം നമുക്ക് മീഡിയം മലയാളം തന്നെ പോകുന്നതല്ലേ നല്ലത്? മലയാളമാണ് നല്ലത്. നോൺ മലയാളം സ്പീക്കേഴ്സ് ആരും ഇല്ലല്ലോ അല്ലേ? അല്ല, കുഴപ്പമില്ല, എല്ലാവർക്കും മലയാളം മനസ്സിലാവുന്നതാണ്, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോ ഞാന് കൂടുതൽ എന്നെ കുറിച്ചൊന്നും പറഞ്ഞ് ആകെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. 15 ഇപ്പോൾ 16-ാമത്തെ വർഷമാണ്.
ഞാൻ ബേസിക്കലി പ്രോഡക്റ്റ് ഡിസൈനിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. മേജർ ഓട്ടോമേക്കേഴ്സുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നു. അവസാനമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഓഡിയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതിന് മുന്നേ ഫോക്സ് വാഗന്റെ തന്നെ വേറെ മോഡൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർഡിന്റെ തന്നെ ലിങ്കൺ, GM-ലായിരുന്നു അതിന് തൊട്ടുമുമ്പ് നമ്മുടെ ഓഡിക്ക് മുന്നേ വർക്ക് ചെയ്തിരുന്നത്. അത് കൂടുതലും വർക്ക് ചെയ്തത് GM-ന്റെ പിന്നെ ബോൾട്ടിലായിരുന്നു. ഞാൻ പോകുമ്പോഴേക്ക് വോൾട്ടിന്റെ പ്രൊജക്ട് അവസാനിച്ചിരുന്നു. ബോൾട്ടിലായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരുന്നത്. പിന്നെ ഓൺ കാർ എക്സ്പീരിയൻസും മറ്റു സംഗതികളിലും കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ എനിക്ക് ചാൻസ് പിന്നീട് കിട്ടിയിരുന്നു. എനിവേ അതാണ് എൻ്റെ പിന്നെ ആകത്തുക. പിന്നെ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്ക് ഇലക്ട്രോ എനർജി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ നടക്കണമെന്ന് പറയുന്നത് ഏർലി 2002-ലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ചെയ്യുന്നു. പക്ഷെ അത് ഇൻഡക്ഷൻ മോട്ടറിലും പിന്നെ ലെഡ് ആസിഡ് ബാറ്ററിയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ അത്ര ഒരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആണ് എന്ന് അവകാശപ്പെടാനൊന്നും സാധിക്കില്ല. മാത്രമല്ല പിന്നെ അന്ന് ഇതുപോലെ നമ്മുടെ അഡ്വാൻസ്ഡ് മോട്ടോർ കൺട്രോൾ സിസ്റ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പിന്നെ ഇൻവെർട്ടർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം VFD വെച്ചിട്ടായിരുന്നു നമ്മുടെ മോട്ടോർ ഡ്രൈവ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അത് ഒരുപാട് എന്താ പറയാ ലോസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ലെഡ് ആസിഡിന്റെ കാര്യം അറിയാലോ നമുക്ക്, ഹെവി ബാറ്ററി വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി ബാറ്ററി വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് റേഞ്ച് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയാ, അതിന്റെ ഫോട്ടോഗ്രാഫ് ഒക്കെ പഴയത് എവിടെയൊക്കെ കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ അധികം എന്താ പറയാ അമേച്ചർ ഡിസൈൻ ആയിരുന്നു. അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് കുറെ കാലം പിന്നെ എന്താ പറയാ, ഞാൻ പുറത്ത് പല കമ്പനികളിലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ആയി. പിന്നീട് നമ്മുടെ ബാറ്ററി ടെക്നോളജി കുറച്ചുകൂടി മെച്ചുവറായി വന്നു തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ ലിഥിയത്തിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ വീണ്ടും ഇതിലേക്ക് വരുന്നത്. 2018-ലാണ് ഞങ്ങൾ പിന്നീട് രണ്ടാമത് ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. അന്ന് ഒരു മോട്ടോർ കാർ എന്നുള്ള ഇലക്ട്രിക് കാർ എന്നുള്ള പ്രൊജക്റ്റ് ആയിരുന്നു, ഒരു ഡ്രീം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് പോയിന്റ്, ദെൻ ഐ വിൽ കം ബാക്ക് ടു യു. ഞങ്ങൾ ഒരു 2018-ല് അങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നിരുന്നു. പിന്നീട് അതില് ഞങ്ങളുടെ റോഡ് ബ്ലോക്സ് എന്ന് പറയുന്നത് മേജർ ഫണ്ടിങ് തന്നെയായിരുന്നു. ഒരുപാട് കമ്പോണൻസ് ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് അന്നും ഈ ഫിനാൻസിന്റെ പ്രോബ്ലംസും മറ്റുമൊക്കെ ആയതുകൊണ്ട് ആരും ഇവിടെ ഡ്രോ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ദേ ക്യാൻ അവോയ്ഡ് ഡൂയിങ് സച്ച് തിങ്സ്. അപ്പോ പിന്നെ ഫൈനലി ഞങ്ങൾ പിന്നീട് മോട്ടോർ സൈക്കിളിന്റെ പിന്നെ പാർട്സ് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക്, കൺട്രോളേഴ്സ്, മോട്ടോർ ഡിസൈനിങ്, അങ്ങനെയുള്ള കുറെ പോർഷനിലേക്ക് മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റ് ഓട്ടോമേക്കേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിരുന്ന സെയിം പ്രോബ്ലം തന്നെയാണ് മറ്റു ഓട്ടോമേക്കേഴ്സും ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു പവർ ട്രെയിൻ, അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള പവർ സോഴ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഉള്ളതെന്ന് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ കൂടുതൽ റിസർച്ച് ബാറ്ററി ടെക്നോളജിയിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ ചൈനയിലെ തന്നെ ഒരുപാട് പിന്നെ എന്ത് പറയാ മേജർ പിന്നെ ബാറ്ററി മാനുഫാക്ചേഴ്സുമായിട്ട്, ഇപ്പോൾ BYD, CATL, പിന്നെ അതുപോലെ CALB, അങ്ങനെ ഒരുപാട് കമ്പനികളുമായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. അവരുടെ ടെക്നോളജി അവർ പിന്നെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് റിവീൽ ചെയ്തു, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് അത് റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ എൻവയോൺമെന്റിലെ ഒരു ടെസ്റ്റ് ലാബ് ആദ്യമായിട്ട് ഞങ്ങളുടേതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ റിസൾട്ട്സും ഞങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തു. ഉദാഹരണത്തിന് അന്നത്തെ കാലത്ത് സിലിണ്ടറിക്കൽ സെല്ലിലെ ഏറ്റവും പൈനിയർ ആയിരുന്നത് ഒപ്റ്റിമം നാനോ എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ ഒപ്റ്റിമം നാനോയായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നീട് ലേറ്റർ ഓൺ അവരിപ്പോൾ HX എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഒപ്റ്റിമം നാനോയുടെ പാറ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ഒരു പാറ്റന്റുകളൊക്കെ FP ടെക് എന്ന് പറയുന്ന കമ്പനിയും യൂസ് ചെയ്യുന്നുണ്ട്. FP ടെക് എന്ന് പറയുന്നത് പിന്നെ ഇടക്കാലത്ത് ഈ ഒപ്റ്റിമം നാനോയുടെ തന്നെ എക്സ്റ്റെൻഡഡ് പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. പിന്നീട് ഒപ്റ്റിമം നാനോ ബാങ്ക്രപ്റ്റ് ആയ ശേഷം ഇവരാണ് അതിന്റെ കുറെയൊക്കെ കാലത്ത് പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. പിന്നെ A123 എന്ന് പറയുന്ന വാലൻസ് സെല്ലുമായിട്ട് അവരുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പുതിയ രണ്ട് മൂന്ന് കമ്പനികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ജാപ്പനീസ് കമ്പനീസ് ആണ്.
അത് കോൺട്രാക്ട് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് ആകത്തുക പറയാനുള്ളത്. പിന്നെ ലെറ്റ് മീ ഗോ ബാക്ക് ടു ദാറ്റ് പേഴ്സൺ. മിസ്റ്റർ വിവോ, എന്താണ് നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാവോ? അതെ, അറിയാതെ ഇടുന്നതാണ്. ലാസ്റ്റ് ചോദിച്ചാൽ മതിയാ. ഓക്കെ, താങ്ക് യു. അപ്പോ പിന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും സ്ലൈഡുകൾ ഏറെക്കുറെ കവർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോ ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 2 വീലർ മാർക്കറ്റിൽ ഇപ്പോൾ അറൌണ്ട് 60% ഓഫ് ബാറ്ററിയും ഇലക്ട്രയുടെ സബ്സിഡറി ഫ്രാഞ്ചൈസീസും വിങ്സും ചേർന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു വലിയൊരു മേജർ അച്ചീവ്മെന്റ് ആണ്. ഫ്രം 2018 to 2022 എത്തി നിൽക്കുമ്പോൾ ഒരു 60% ബാറ്ററീസും ലിഥിയത്തിലേക്ക് പിന്നെ വരുന്നു എന്നുള്ളതും ആ ലിഥിയം ബാറ്ററീസും ഈ 60%ഉം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നതും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളുടേതല്ലാത്ത 2 പിന്നെ മാനുഫാക്ചേഴ്സ് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഷുവർ ദേ വിൽ ഓൾസോ കം ടു അസ് സൂൺ. പിന്നെ ഇലക്ട്ര വേറെ കുറെ പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എനർജി സ്റ്റോറേജിൽ പിന്നെ മേജർ ആയിട്ടുള്ള ഒരു ഇന്നോവേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് കൂടുതൽ എനിക്ക് ഇപ്പോൾ റിവീൽ ചെയ്യാൻ കഴിയില്ല. എനിവേ ദിസ് വിൽ കം ബിറ്റ്വീൻ ദിസ് പ്രൊജക്ട് ആൻഡ് ഐ വിൽ റിവീൽ സം പാർട്സ് ഇൻ ബിറ്റ്വീൻ. അപ്പോ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഞാൻ ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റേഷൻ ആയിട്ട് വരുമ്പോഴും ഒരു ചെറിയൊരു അളവ് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് എന്താണ് നമ്മുടെ റിക്വയർമെന്റ്, നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ മേജർ സെഷൻ ഞാൻ ആഗ്രഹിക്കുന്നത് Q&A-യിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഓരോരുത്തരും ഏത് ലെവലിലാണ്. മേജർ നമ്മളിപ്പോ ഈ പ്രസന്റേഷൻ കൂടുതലും എടുക്കുന്നത് റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ റിസർച്ച് ചെയ്യുന്നവർക്കും അതുപോലെ KSEB-യുടെ എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പ്രസന്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ ഇപ്പോൾ ഒരുപാട് ലേമാൻ പോയിന്റ്സിൽ നിൽക്കുന്നവരും പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടർ മാനുഫാക്ചേഴ്സ്, അങ്ങനെ കുറെ പേരുള്ളത് കൊണ്ട് അവരൊക്കെ നിൽക്കുന്ന ഏത് ലെവലിലാണ് എന്ന് അറിയില്ല. അവർ എത്രത്തോളം ഈ വിദ്യത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയില്ല. സോ ഞാൻ കൂടുതൽ സമയം Q&A-ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. സോ അപ്പോൾ ഓൾറെഡി 15 മിനിറ്റ് പോയി കഴിഞ്ഞു. എനിവേ ലെറ്റ് മീ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത് നമ്മളിപ്പോ അറിയാം, ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് 2022-ലാണ്. ഓക്കെ, 22, അതായത് ഈ ഭാഗത്ത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ എനർജിയിൽ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അളവിലാണ്. അതായത് നമ്മൾ ഇതിനെ ഒരു സ്കെയിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2022 നിന്ന് 2030 നമ്മൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോ ചൈന ഓൾറെഡി എത്തി നിൽക്കുന്നതിൽ നിന്ന് നമുക്ക് ചൈന അറിയാം. ചൈന എത്തി നിൽക്കുന്നത് ഇവിടെയാണ്, അറിയാലോ. നമ്മളെക്കാൾ ഫാഷനും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഗ്രീൻ എനർജി റെവല്യൂഷൻസും ഒക്കെ വേൾഡ് വൈഡ് ഒരുപാട് പ്രശംസിക്കപ്പെടുന്നുണ്ട്. മോർ ദാൻ അവരുടെ പിന്നെ അറിയാലോ, നമുക്കറിയാം ചൈനയുടെ പൊളിറ്റിക്കൽ വ്യൂസ്, അതുപോലെ തന്നെ അവര് ഡോമിനേഷൻ നടത്തുന്നത് ഇപ്പോൾ മറ്റ് കൺട്രീസിന്റെ പുറത്താണെങ്കിലും റോ മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ പുറത്തും അവർ നടത്തുന്ന ഡോമിനേഷനും ഒക്കെ മുകളിൽ വാട്ട് വി എക്സാക്ട്ലി സീ ഈസ് ലൈക്ക് ദേ ആർ റിയലി ഡൂയിങ് സംതിങ്. ദേ ആർ ലീഡിങ് ദ എൻറ്റയർ ഇൻഡസ്ട്രി. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാതെ വഴിയില്ല. അപ്പോ ഇതാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. അതായത് 2030 ഗവൺമെന്റ് അനൗൺസ് ചെയ്തേക്കുന്നത് നമ്മുടെ മറ്റേത് രാജ്യത്തെക്കാളും മുകളിൽ, ഇപ്പോ മറ്റ് എന്താ പറയാ US-നേക്കാളും ചൈനയെക്കാളും ഒക്കെ മുകളിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഗവൺമെന്റ് വിഷൻ ആയിട്ട് പ്രഖ്യാപിച്ചേക്കുന്നത്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ ഇപ്പോഴുള്ള, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴുള്ള കൺസംഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോ ഇതില് നമുക്കിപ്പോ ഈ കളേഴ്സ് കൊടുത്തേക്കണം നമ്മൾ കണ്ടല്ലോ അല്ലെ. ഇപ്പൊ 2020 ഒരു പിന്നെ റിപ്പോർട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. 2020 നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, നമ്മളിപ്പോ മേജർ എന്താ പറയാ ഓട്ടോ ഇൻഡസ്ട്രി, മറ്റുപോലെ പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ, മറ്റു സംഗതികൾ, ഇപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഉപയോഗിക്കുന്ന എനർജിയുടെ ഒരു ഡിപ്ലോയ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്.
അതിൽ ഇലക്ട്രിസിറ്റി നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ തുലവും തുച്ഛമാണ്, 1% താഴെയാണ്. പക്ഷെ മേജർ ചെയ്യുന്നതാണെങ്കിലോ ഓയിലാണ്. ഇപ്പൊ ഡീസൽ ജനറേറ്റേഴ്സും മറ്റും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എൻ്റയർ ഇന്ത്യ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം പല ഭാഗങ്ങളിലും ഇപ്പോഴും ഡീസൽ ജനറേറ്റർ ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും പുറകിലാണ് ഇപ്പോൾ. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമ്മൾ ഒരുപാട് പുറകിലാണ്. കാരണം ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യവും വലിപ്പത്തില് 7ാമത് കിടക്കുന്ന, എന്നാൽ അതേ സമയത്ത് പോപ്പുലേഷനിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പൊ ഇത്രയും ഒരു വലിയ അച്ചീവ്മെന്റ് ഗവൺമെന്റ് പ്രൊജക്ഷൻ നടത്തുമ്പോൾ ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തനിയെ വിചാരിച്ചാൽ നടക്കില്ല. അത് നമ്മളെ പോലുള്ള ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ഇവിടെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് മേജർ എനർജി സോഴ്സസ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എനർജി എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം, എനർജി സ്റ്റോറേജിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. നമുക്ക് ബേസിക്കലി എന്താ പറയാ, മെക്കാനിക്കൽ ബാറ്ററീസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം പണ്ട് നമ്മൾ ഫ്ലൈ വീൽസ് ഉപയോഗിച്ചിട്ട്, ഇപ്പോ ഫ്ലൈ വീല് ഒരുപക്ഷെ പഴയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുമായിരിക്കും. നമ്മളിപ്പോ കലവും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണ്. ഒരു വീല് ഭയങ്കര സ്പീഡിൽ നമ്മൾ കറക്കി വിട്ട ശേഷം ആ വീലിന്റെ പുറത്ത് ചെളി വെച്ചിട്ടാണ്, നമ്മുടെ എന്താ പറയാ കളിമണ്ണ് വെച്ചിട്ടാണ് അതിനെ ഷേപ്പ് ചെയ്തെടുത്തിരുന്നത്. അതൊരു ഫ്ലൈ വീൽ എനർജി സ്റ്റോറേജ് സിസ്റ്റം ആയിരുന്നു. പിന്നെ നമുക്കറിയാം ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തൊട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളിൽ എന്താ പറയാ ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കാലം എന്ത് ചെയ്തിട്ടുണ്ട്, ബാറ്ററീസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ, നമ്മൾ കുറെ കാലമായിട്ട് കേരളത്തിന്റെ നല്ലൊരു ശതമാനം പ്രൊഡക്ഷൻ നടക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. ബട്ട് യൂസേജിൽ നമ്മൾ 19% താഴെ മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ബാക്കി മുഴുവനും എനിക്കൊരു കോൾ കാരണം ഇന്ററപ്റ്റ് ആയിട്ടുണ്ട്, സോറി. അപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേജർ മെക്കാനിക്കൽ ബാറ്ററീസിനകത്ത് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് പറഞ്ഞാൽ കെമിക്കൽ ബാറ്ററീസ് ആണ്. കെമിക്കൽ ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അവസ്ഥയിൽ നിന്ന്, ഒരു സ്റ്റേറ്റ് ഓഫ് എന്താ പറയാ മെറ്റീരിയലിന്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഡിപ്ലീഷൻ ഉണ്ട്. അപ്പോൾ ഒരു എനർജി പുറത്തേക്ക് വിടുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോ എന്താ പറയാ ഗ്യാസ് ഫോമിൽ ഇരിക്കുന്ന ഒരു സാധനം ലിക്വിഡ് ഫോമിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്ന സാധനം ഗ്യാസിലേക്ക് എനർജി, ഭയങ്കര ഒരു എനർജി എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു സോഴ്സ്, ഈ പറയുന്ന കെമിക്കൽ ബാറ്ററീസ്. അപ്പോ ഇനി മൂന്നാമത്തെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ബാറ്ററി എനർജി സ്റ്റോറേജ്. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോറേജിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ SMES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ പറയുന്ന റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്പേസ് റോക്കറ്റ്സ് മറ്റു സംഗതികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എനർജി സ്റ്റോറേജ് മെത്തേഡ്. അതായത് ഒരു കോൾഡ് എൻവിയർ, ഒരു എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മുടെ ഈ ക്രയോജനിക് കണ്ടീഷൻ എന്നൊക്കെ പറയും. അതായത് -ഡിഗ്രീസിൽ പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടക്ടറിനകത്ത് എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. ആ ക്രയോജനിക് കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ്, അല്ലെങ്കിൽ ബാറ്ററി നല്ല എനർജി സ്റ്റോറേജ് മെത്തേഡാണ് SMES. ഓക്കെ. പിന്നെ നാലാമതൊന്നുണ്ട് ഇലക്ട്രോ മെക്കാനിക്കൽ. അത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ബാറ്ററീസ്. ഇപ്പോ ലെഡ് ആസിഡ് ബാറ്ററീസ്, ലിഥിയം ബാറ്ററീസ്, ലിഥിയത്തിൽ തന്നെ ലിഥിയം പോളിമർ, ലിഥിയം സൾഫേറ്റ്, പിന്നെ സോഡിയം ബാറ്ററീസ്, സോഡിയം അയൺ ബാറ്ററീസ്, നിക്കൽ കാഡ്മിയം, സോഡിയം സൾഫേറ്റ് ബാറ്ററീസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ബാറ്ററീസ്. പിന്നെ അതുപോലെ ഫ്ലോ ബാറ്ററീസ് ഉണ്ട്, വനേഡിയം റിഡോക്സ് ബാറ്ററീസ് ഉണ്ട്, സിങ്ക് ബ്രോമൈഡ് ബാറ്ററീസ് ഉണ്ട്, അലുമിനിയം ബാറ്ററീസ് ഉണ്ട്, സിങ്ക് ഫെറസ് ബാറ്ററീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബാറ്ററീസ്. ഇതൊക്കെ ഇലക്ട്രോ മെക്കാനിക്കലിലേക്ക് വരും. അതായത് നേരത്തെ പറഞ്ഞ കെമിക്കൽ ബാറ്ററീസ്, അതായത് എങ്ങനെ അതിന്റെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്ന, ഉദാഹരണത്തിന് ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് വെള്ളമായി മാറുമ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോൺ ഫ്ലോയെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എനർജി. അപ്പോൾ അത് കെമിക്കൽ ബാറ്ററീസ്. ഇനി വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ എന്ത് പറയാ, ഇലക്ട്രിക്കൽ നമ്മൾ പറഞ്ഞു, രണ്ട് കപ്പാസിറ്ററിന്റെ ഇലക്ട്രോഡുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന എനർജി, സ്റ്റോർഡ് എനർജിയെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി. ഇത് രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ കെമിക്കൽ ബാറ്ററീസ്. അതായത് നമ്മൾ ആദ്യം ഇലക്ട്രിസിറ്റി അതിലേക്ക് കൊടുക്കുകയും കെമിക്കലി എന്താ പറയാ, രണ്ട് ടൈപ്പ് ഓഫ് പിന്നെ മെറ്റീരിയൽസിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. പിന്നീട് അതിന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുന്ന റിവേഴ്സിബിൾ ആയിട്ടുള്ള, ഇതിനെയൊക്കെ നമ്മൾ സെക്കൻഡറി ബാറ്ററീസ് എന്ന് പറയും. മറ്റുള്ളതൊക്കെ മിക്കവാറും ഒക്കെ പിന്നെ നമ്മുടെ ഈ കെമിക്കൽ ബാറ്ററീസ് ഒക്കെ മിക്കവാറും പ്രൈമറി ബാറ്ററീസ് ആണ്, ഒന്ന് റിവേഴ്സിബിൾ അല്ല. ഉദാഹരണത്തിന് നമ്മുടെ ഈ പറയുന്ന വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ ഫ്ലോ ബാറ്ററീസിലെ മെയിൻ ബാറ്ററീസ്, ഇപ്പോൾ അലുമിനിയം എയർ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് റിവേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒരു പ്രൊജക്ടിനെ കുറിച്ച്. അത് പിന്നെ അതൊക്കെ ഒരുപക്ഷെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ മേജർ ബ്രേക്ക് ത്രൂ. നമുക്കിപ്പോ 1000 കിലോമീറ്ററും 2000 കിലോമീറ്ററും ഒക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന കാറുകളൊക്കെ അന്ന് യാഥാർത്ഥ്യമാവും. അപ്പോ സോറി, 1 സെക്കൻഡ് പ്ലീസ്. സോറി ഫോർ ദ പോസ്. അപ്പോ ഇനി ഇതിപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാറ്ററീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ബാറ്ററീസ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു പിന്നെ രണ്ട് ഇലക്ട്രോഡുകൾക്കുള്ളിൽ എങ്ങനെ എനർജി സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഞാൻ ഈ സ്ലൈഡിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഇതില് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രണ്ട് പിന്നെ ഇലക്ട്രോഡ്സും അതിനിടയിൽ കുറച്ച് ഇലക്ട്രോണും അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ ഒരു മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്ററുമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ഇതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷനെ കുറിച്ച് ഞാൻ കുറച്ച് വിശദീകരിക്കുന്നില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് പറയാം. ഇത് നമ്മളിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡും, ഇതിനിടയിലേക്ക് നമ്മൾ ഒരു സാധനം, ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ സെപ്പറേറ്റർ ഇല്ല എങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്കങ്ങ് എന്ത് ചെയ്യും, ഇതിലേക്ക് ചാർജ് പോകും. പക്ഷെ നമ്മൾ ഒരു സെപ്പറേറ്റർ വെക്കുന്നത് എന്തിനാണ്? ഇപ്പോ പെട്ടെന്ന് എല്ലാം കൂടി ഇവിടേക്ക് കടന്നു പോകുന്ന എന്ത് സംഭവിക്കും, ഇവിടെ ഇത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിനും ഓവർ ആയി കഴിഞ്ഞാൽ ഇത് ഫെയിൽ ആയി പോകും, ഇത് ബേൺ ആയി പോകും. കാരണം ഇലക്ട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഷോക്ക് അടിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട് ഒരു ബേണിംഗ്, അതായത് തെർമൽ റൺഅവേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെംബ്രെയിൻ, കൃത്യമായ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ നമ്മളിവിടെ കൊടുക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന കണ്ടീഷനിൽ അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മുടെ നെഗറ്റീവ് പിന്നെ ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക്, അതായത് ഹോൾസിലേക്ക് ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും. അപ്പൊ ആ ഫ്ലോയെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ ലോഡ് മോട്ടോറോ മറ്റോ ഇലക്ട്രിക് ബൾബ്സോ മറ്റോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു പിന്നെ ബാറ്ററി അവിടെ നിർവഹിക്കുന്നത്. നമുക്ക് മേജർ ആയിട്ടുള്ള ഇപ്പൊ നമ്മളിപ്പോ ലിഥിയത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു പിന്നെ ലിഥിയം കെമിസ്ട്രി ബാറ്ററികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മേജർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയുന്നുണ്ട്. കുറച്ച് എന്താ പറയാ, ഒരു 6 മെയിൻ കെമിസ്ട്രികളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ലിഥിയം കൊബോൾട്ട് ഓക്സൈഡ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. LCO, നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെയുള്ള ഒരു ബാറ്ററിയാണ് LCO. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് എനർജി വളരെ ഹൈ ആണ്. പക്ഷെ അതിന് വേറെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എന്താ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പവർ അതിന് തരാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് അതിൽ നിന്ന് വലിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെറിയ കറണ്ടാണ് വലിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരത്തേക്ക് ഇതിന് ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുടെ ഒരു മെയിൻ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് നേരം കുറഞ്ഞ കറണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. പിന്നെ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ഏറെക്കുറെ എല്ലാത്തിലും ഇതിൽ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ്. ഓക്കെ, ഇനി പിന്നെ അതിന്റെ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അറിയാം, നമുക്ക് ഒരുപാട് മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്
ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും മിക്കവാറും മൊബൈലിന്റെ ഒക്കെ ബാറ്ററി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന്റെ പിന്നെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമുക്ക് തരുന്നു. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയാ ബാറ്ററി മതിയോ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും? തീർച്ചയായിട്ടും പോരാ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ മറ്റൊരു കെമിസ്ട്രി ഉപയോഗിക്കേണ്ടി വരിക, ലിഥിയം മാംഗനീസ് ഓക്സൈഡ്, അതായത് LMO എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ഫോംസ് ആണ് ഞാൻ ഈ പറയുന്നത് മുഴുവനും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഏറെക്കുറെ എല്ലാ സംഗതികളിലും ഇപ്പോൾ ലൈഫ് സ്പാനും അതുപോലെ പെർഫോമൻസും ഒഴികെയുള്ള പിന്നെ പല മേഖലകളിൽ ഇപ്പോൾ സ്പെസിഫിക് പവർ തരുന്നതിൽ ഇത് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ അതിന്റെ എനർജിയും ഒരുവിധം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ LMO എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്റെ ഒരു അറിവനുസരിച്ചിട്ട് സോണിയൊക്കെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ബാറ്ററിയാണ്. ഒരുപക്ഷെ കുറച്ച് മുന്നേ ഒക്കെ ആൾക്കാർക്ക് അറിയാം VTC6 എന്ന് പറയുന്ന ഒരു ബാറ്ററി, ഒരു സിലിണ്ടറിക്കൽ സെല്ലാണ്. VTC6, 5, 5A, 5B ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LMO കെമിസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ഹൈ പവർ കൊടുത്ത് നമുക്ക് ഏറെക്കുറെ എത്രയെന്ന് പറഞ്ഞാൽ ഒരു 30 ആംബിയർ ഒക്കെ നമുക്ക് അതിൽ നിന്ന് വലിക്കാൻ പറ്റുമായിരുന്നു ഒരു സെല്ലിൽ നിന്ന്. അപ്പോഴും ഒരൊറ്റ കുഴപ്പമേ അതിന് പറയുന്നുള്ളൂ, അതിന്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി പാസ് ചെയ്യാതെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. 80 ഡിഗ്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അതുവരെ എന്ത് ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ വേറൊരു കെമിസ്ട്രിയാണ് LFP. LFP യെ കുറിച്ച് ആരോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല, കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ കേട്ടും ഉപയോഗിച്ചും പരിചയമുള്ള ഒരു സെല്ല് കെമിസ്ട്രിയാണ് LFP. LFPയുടെ പ്രത്യേകത പിന്നെ അതിന്റെ എനർജി ഡെൻസിറ്റി വളരെ കുറവാണ്, പക്ഷേ അതിന്റെ പവർ ഡെൻസിറ്റി വളരെ ഹൈ ആണ്, അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ തന്നെ സേഫ്റ്റി പാരാമീറ്റേഴ്സ് വളരെയധികം നല്ലതാണ്. പിന്നെ ലൈഫ് സ്പാൻ 2000 സൈക്കിളോളം കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ പറയുമ്പോൾ LCOയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 600 സൈക്കിളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് LMOയിൽ ഏറെക്കുറെ 300 to 500 സൈക്കിൾസേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ലൈഫ് സ്പാനിന്റെ കാര്യത്തിൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. 2000 സൈക്കിൾസ് പ്ലസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ സിലിണ്ടറിക്കൽ ഫോർമാറ്റിലാവുമ്പോൾ. ഇനി പ്രിസ്മാറ്റിക് ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ 3000 to 5000 സൈക്കിൾസ് കിട്ടുന്ന പിന്നെ മോഡൽസ് നമുക്കുണ്ട്, അവൈലബിൾ ആണ്. നമ്മളിപ്പോ CATLന്റെ സെല്ലുകളൊക്കെ എടുക്കുകയാണെങ്കിൽ 1C ചാർജിങ് ആൻഡ് 1C ഡിസ്ചാർജിങ് ആണെങ്കിൽ 5000 സൈക്കിൾസ് ആണ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയത്ത് പിന്നെ CALBയുടെ കാൽബിന്റെ സെല്ലുകളൊക്കെ ആണെങ്കിൽ 3500 സൈക്കിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ പിന്നെ മാനുഫാക്ചറിങ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവരുടെ ലൈഫ് സ്പാൻ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ BYDയുടെ സെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പോസിബിൾ ആണ്. EVEയുടെ സെല്ലിനെ കുറിച്ച് എടുക്കുക. EVEയുടെ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EVE എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫസ്റ്റ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് മാനുഫാക്ചറർ ആണ്. അവരുടെ സെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് 300 to 500 ആംബിയർ ഒക്കെ നമുക്ക് വലിക്കാൻ പറ്റും. അതിന്റെ ടെർമിനൽസ് മെൽറ്റായി പോകുന്ന അത്രയും, അലുമിനിയം മെൽറ്റ് ആവുന്ന അത്രയും ഹൈ ടെമ്പറേച്ചറിലേക്ക് പോവുകയാണ് നമുക്ക് ഡിസ്ചാർജ് തരാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ഇനി NMC എന്ന് പറയുന്ന കെമിസ്ട്രി എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ് NMC. അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, കാരണം നമുക്കറിയാം ഇവിടെ എനർജി ഇത് വളരെയധികം സേഫ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സ്പെസിഫിക് പവർ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷെ ഒരു പ്രശ്നം അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്, എനർജി ഇല്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടെന്താ, എനർജിയാണ്. കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കിലോമീറ്ററുകളൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണ് NMC. അതായത് ലിഥിയം കഴിഞ്ഞാൽ പിന്നെ വരുന്ന നിക്കൽ മാംഗനീസ് കൊബോൾട്ട്. ഈ പറയുന്ന കൊബോൾട്ടിന്റെയും മാംഗനീസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ലിഥിയം നിക്കൽ മാംഗനീസ് കൊബോൾട്ട്. ഈ ലിഥിയം നിക്കൽ മാംഗനീസ് കൊബോൾട്ട് വളരെയധികം സേഫ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കെമിസ്ട്രിയാണ്. നോട്ട് സേഫർ ദാൻ LFP or LTO, but specifically better than LMO and lithium cobalt oxide. പക്ഷെ അതുപോലെ തന്നെ അതിന്റെ വേറെ കുറെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് പവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാംഗനീസ് ഓക്സൈഡിന്റെ. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ പെർഫോമൻസ്, കൊബോൾട്ട് ഓക്സൈഡിന്റെ പെർഫോമൻസ് തരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് രണ്ടിനേക്കാളും നന്നായിട്ട് ലൈഫ് സ്പാൻ അറൌണ്ട് 1000 to 1200 സൈക്കിൾസ് തരാനുള്ള കഴിവുണ്ട്. പിന്നെ കോസ്റ്റും വളരെയധികം കുറവാണ് കമ്പയർ ടു എനി അതർ കെമിസ്ട്രീസ് ലൈക്ക് NCAയേക്കാൾ. അതായത് നമ്മുടെ ടെസ്ല ഡെവലപ്പ് ചെയ്തൊരു കെമിസ്ട്രിയാണ്, ടെസ്ലയും പാനസോണിക്കും ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തൊരു കെമിസ്ട്രിയാണ് NCA. NCA എന്ന് പറയുന്നത് നിക്കൽ മാംഗനീസ് ഓക്സൈഡ് ആണ്.
ഹലോ ഹലോ കേൾക്കാം. കേൾക്കുന്നുണ്ട്. എന്റെ പ്രസന്റേഷൻ ഒന്ന് ക്ലോസ് ആയി പോയി. പ്രസന്റേഷൻ വേറെ ആയിരിക്കും കിടക്കുന്നത്. ഇപ്പോ അത് ക്ലോസ് ആയി പോയി. ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ, അപ്പോ ബാക്ക് ടു ദ പോയിന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഒരുപാട് കെമിസ്ട്രികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ആ കെമിസ്ട്രികളുടെ പ്രധാനമായിട്ടുള്ള കെമിസ്ട്രികളാണ് ഇപ്പൊ NMC. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കെമിസ്ട്രിയാണ് NMC. ഇപ്പൊ LG ഉപയോഗിക്കുന്നു, സാംസങ് ഉപയോഗിക്കുന്നു, പിന്നെ സാനിയോ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കെമിസ്ട്രിയാണ് NMC. ഇപ്പോൾ അതേ സമയത്ത് നമ്മുടെ ചൈനീസ് മാനുഫാക്ചേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കെമിസ്ട്രിയാണ് LFP. ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓട്ടോമോട്ടീവ് സെക്ടറിലാണെങ്കിൽ ഇപ്പൊ ടാറ്റയുടെ നെക്സോൺ ഉപയോഗിക്കുന്നത് LFP ആണ്. അതേസമയത്ത് കോണ, ഹുണ്ടായുടെ കോണ ഉപയോഗിക്കുന്ന NMC ആണ്. അതേസമയത്ത് പിന്നെ നമ്മുടെ MG ഹെക്ടർ ഉപയോഗിക്കുന്ന NMC ആണ്. അങ്ങനെ ഒരുപാട് മേജർ ഓട്ടോമേക്കേഴ്സ് മുഴുവനും BMW ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു കെമിസ്ട്രിയിലാണ്. ഇനി എന്തുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ എന്ത് പറയാ മറ്റൊരു കെമിസ്ട്രിയിലേക്ക് ടെസ്ല പോയി എന്നുള്ളതാണ്. അതായത് NCA. കാരണം നോക്കൂ, കോസ്റ്റ് കുറച്ച് കുറവാണ്, ശരിയാണ്. പക്ഷെ നമുക്ക് സേഫ്റ്റി വളരെയധികം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കെമിസ്ട്രിയിലേക്ക് പോവുകയാണ് നമ്മുടെ ടെസ്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വളരെ ക്ലിയർ ആണ്. അതായത് ലിഥിയം കൊബോൾട്ട് ഓക്സൈഡ് ആണ് നമ്മൾ ഇതിനകത്തുള്ള മെയിൻ ഘടകം. നമ്മൾ പറഞ്ഞല്ലോ, കൊബോൾട്ട് എന്ന് പറയുന്നത് കോങ്കോ പോലുള്ള രാജ്യങ്ങളിൽ ചൈൽഡ് ലേബറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നമായിരിക്കുകയും അത് പിന്നെ ഇന്റർനാഷണൽ കമ്മിറ്റി ഒക്കെ ഒരുപാട് ലിഥിയം ബാറ്ററീസ് മുഴുവനും പിന്നെ മനുഷ്യ കടത്തുൾപ്പെടെയുള്ള പല സാധനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തത് കാരണമായിട്ട് കൊബോൾട്ടിന്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെസ്ലയും പാനസോണിക്കും കൂടെ ചേർന്നിട്ട് നിർമ്മിച്ച ഒരു ബാറ്ററിയാണ് NCA എന്ന് പറയുന്ന ലിഥിയം കൊബോൾട്ട് അലുമിനിയം എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി. ഈ കെമിസ്ട്രിയുടെ പ്രത്യേകത, ഇതിൽ സാധാരണ NMCയിൽ ഉപയോഗിക്കുന്ന അതേ എന്ത് പറയാ ലൈഫ് സ്പാനും സ്പെസിഫിക് എനർജിയും പവറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും കൊബോൾട്ടിന്റെ അംശം 0.2% താഴെയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഈ അത്രയും വലിയൊരു പിന്നെ മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടായത് കൊണ്ടാണ് സേഫ്റ്റിയിൽ എന്താ പറയാ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു കെമിസ്ട്രിയിലേക്ക് ടെസ്ല മൂവ് ചെയ്യും. ഇനി എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കെമിസ്ട്രിയിലേക്ക് വരാം, LTO. LTO എന്ന് പറയുന്ന കെമിസ്ട്രി എല്ലാവർക്കും അറിയാം, ലിഥിയം ടൈറ്റനേറ്റ് ഓക്സൈഡ്. ഈ അടുത്ത് നമ്മുടെ ടൈറ്റാനിയം കോർപ്പറേഷൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രൊമോഷനൊക്കെ നടത്തുകയുണ്ടായി. അവർക്ക് നിർമ്മിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ടൈറ്റാനിയം കോർപ്പറേഷനുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മേജർ ബ്രേക്ക് ത്രൂ ആയിരിക്കും എനർജി സ്റ്റോറേജിലും ഓട്ടോമോട്ടീവ് സെക്ടറിലും, സ്പെഷ്യലി എനർജി സ്റ്റോറേജ്. കാരണം നമുക്കറിയാം ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇത്രയും ഹയസ്റ്റ് ലൈഫ് സ്പാൻ തരുന്ന മറ്റൊരു കെമിസ്ട്രി ഇപ്പോൾ നമുക്ക് അറിവില്ല. അതായത് 25,000 to 50,000 സൈക്കിൾസ് ആണ് ഒരു LTO കെമിസ്ട്രി സെല്ലിന്റെ ലൈഫ് സ്പാൻ. ഡീഗ്രേഡേഷൻ വളരെയധികം കുറവാണ്. മാത്രമല്ല സ്പെസിഫിക് പവർ തരുന്നതിൽ വളരെയധികം പിന്നെ എന്താ പറയാ ഹയർ ലെവലിലാണ് പിന്നെ LTO ഉള്ളത്. പെർഫോമൻസിന്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല, കാരണം അൾട്രാ കപ്പാസിറ്ററോളം തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇന്ന് തരാൻ കഴിയുന്നുണ്ട്. അതുപോലെ സേഫ്റ്റി ലെവൽ, ഇപ്പോൾ പെനിട്രേഷൻ ടെസ്റ്റ് മുതൽ ഡിസ്ട്രാക്ഷൻ ടെസ്റ്റ് വരെയുള്ള എല്ലാ ടെസ്റ്റുകളിലും ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് തരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് സേഫ്റ്റി തരാൻ പറ്റുന്ന ഒരു കെമിസ്ട്രിയാണ് LTO. സോ ഇതൊക്കെയാണ് നമ്മുടെ മേജർ ബാറ്ററി ടെക്നോളജീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വെച്ചിരുന്ന പ്രസന്റേഷനകത്ത് ഇതിന്റെ ചാർജ് ആൻഡ് ഡിസ്ചാർജ് കർവ്സിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ പിന്നെ ഇതിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോ ഉദാഹരണത്തിന് ഒരു പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? അതായത് ഇതാണ് ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് കെമിസ്ട്രിയുടെ ചാർജ് ആൻഡ് ഡിസ്ചാർജ് കർവ്. കാണുന്നുണ്ടോ എല്ലാരും? ഓക്കെ. അപ്പോ ഇതിനകത്ത് സൈക്കിൾ കൗണ്ടും മറ്റു സാധനങ്ങളൊന്നും നിങ്ങളിപ്പോ നോക്കേണ്ടതില്ല, കൺഫ്യൂസ്ഡ് ആവും. ഇത് ഡിസ്ചാർജ് കർവ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്.
അതായത് വോൾട്ടേജ് ലെവലിൽ വരുമ്പോൾ നമ്മളിപ്പോ ഒരു സെല്ല് ഇപ്പോ ഞാൻ വേറൊന്നുകൂടി കാണിക്കാം. എല്ലാവരും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു മേഖലയാണിത്. അപ്പോ ഞാനത് കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയാണ് ഒരു ലിഥിയം സെല്ലിന്റെ, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് സെല്ലിന്റെ സാധാരണ ഒരു കെമിസ്ട്രി നമുക്കറിയാം, അതിന്റെ വോൾട്ടേജ് കുറഞ്ഞു വരും നമ്മുടെ കപ്പാസിറ്റി കുറയുന്നതനുസരിച്ച്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ സാധാരണ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് സെല്ല് എത്ര നോക്കിക്കഴിഞ്ഞാലും അതിന്റെ വോൾട്ടേജ് താഴുന്നില്ല. കപ്പാസിറ്റി തീരുവോളം അതിങ്ങനെ ഒരുപോലെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്. നമുക്ക് കപ്പാസിറ്റി അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ കുറെ അഡ്വാൻറ്റേജസ് നമുക്ക് കാണാൻ പറ്റണം. അതായത് പിന്നെ നമുക്ക് അറിയാം, നമ്മുടെ ലെഡ് ആസിഡ് സെല്ലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെല്ലുകൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ലെഡ് ആസിഡ് സെല്ല് ഇങ്ങനെ വളരെയധികം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. സോ നമ്മളിപ്പോ 1000 വാട്ട്സ് ആണ് നമ്മളിപ്പോ നമ്മുടെ ലോഡ് എന്ന് വിചാരിക്കുക. 1000 വാട്ട്സിന്റെ ലോഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ 1000 വാട്ട്സിന്റെ ലോഡ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറണ്ട് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ലിഥിയം ഫെറോഫോസ്ഫേറ്റിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, സ്റ്റേബിൾ ആയിട്ട് ഏറെക്കുറെ വോൾട്ടേജ് നിൽക്കുന്നത് കാരണം നമ്മുടെ കറണ്ട് യൂസേജ് കുറവായിരിക്കും. സോ നമ്മുടെ മെഷീൻസ് ഒക്കെയും മിക്കവാറും എല്ലാം തന്നെയും ഹയസ്റ്റ് എഫിഷ്യൻസിയിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോ ഡിഫറെന്റ് സി റേറ്റില് നമ്മളിപ്പോ ഇതിന്റെ പെർഫോമൻസ് നോക്കാം. ഇപ്പോ 0.3 എന്ന് പറയുമ്പോൾ വളരെയധികം 3.3 വോൾട്ട്, ഒരു സിംഗിൾ സെല്ലിന്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. 3.3 വോൾട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ 3.2ലേക്ക് 1C വരുന്നുള്ളൂ, അതായത് അതിന്റെ നോമിനൽ വോൾട്ടേജ്. ഇനി 2C 3C ഒക്കെ വരുമ്പോഴോ അപ്പോഴും 3.1 3 വോൾട്ട് എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കൊക്കെ അത് അപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു കെമിസ്ട്രിയാണ്. ഇപ്പോ 40 ആംപിയർ ഒക്കെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കർവ് ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നല്ല രീതിയിൽ ഔട്ട്പുട്ട് തരാൻ കഴിവുള്ള ഒരു കെമിസ്ട്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ LiPO4 എന്ന് പറയുന്നത്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് എന്ന്, ഇതിന് ഫെറോഫോസ്ഫേറ്റ് എന്നും ലിഥിയം അയൺ ഫോസ്ഫേറ്റ് എന്നൊക്കെ പറയാം. അയണും ഫെറസും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പോ ഇതൊരു 48 വോൾട്ടിന്റെ കർവാണ്. 50 വോൾട്ടിൽ കൃത്യമായി നിൽക്കുകയും അവസാനം ഭാഗത്തുമ്പോൾ മാത്രം താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കർവാണിത്. ഇവിടെ ഡിഫറെന്റ് സി റേറ്റിംഗിൽ 100 ആംപിയർ, 250 ആംപിയർ, 400 ആംപിയറിലൊക്കെ ഇതിന്റെ ഡിസ്ചാർജ് വരുമ്പോഴുണ്ടാകുന്ന വോൾട്ടേജ് വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ 48 വോൾട്ടിന്റെ ഒരു ബാറ്ററി പാക്ക് വെക്കുകയാണെങ്കിൽ മിക്കവാറും അത് 51 to 53 വോൾട്ടിലൊക്കെ ആയിരിക്കും നോമിനലായിട്ട് ഉണ്ടാവുക. അത് അതിന്റെ അങ്ങേ അറ്റം വരെ അറൌണ്ട് 80% കഴിയുമ്പോൾ മാത്രമാണ് അതിന്റെ ഡിസ്ചാർജ് താഴേക്ക് പോകുന്നത്. സോ ഇപ്പോ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനെക്കുറിച്ചുള്ള പ്രൈമറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് വിടുകയാണ്, കാരണം നമുക്ക് സമയം ഇനി അധികം ഇല്ല. ഞാൻ ഇനിയും ഒരുപാട് സ്ലൈഡ്സ് ഉണ്ട്, പക്ഷേ അതൊന്നും ഞാനിപ്പോൾ കവർ ചെയ്യുന്നില്ല. ഇപ്പോ മറ്റു കുറെ സ്ലൈഡ്സ് എനിക്ക് ഇവിടെ പറയാനുണ്ട്, പിന്നെ പ്രോബ്ലംസ്, മറ്റു സംഗതികളൊക്കെ. പക്ഷെ നമുക്ക് ഇന്ന് അതിനുള്ളൊരു സമയമില്ല. ഇനിയൊരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കാം. തൽക്കാലം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവുകയാണ്. കണ്ണൻ സാർ അതൊന്ന് മാനേജ് ചെയ്യാമോ? റഷ്യൻ പറയാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. അല്ല, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. കാരണം അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് പറയാനുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കടന്നു വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ലൈഡിലേക്ക് പോവുക, അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പറയാനും സാധിക്കും. ഓക്കെ, ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാം. സർ, should I ask? Sure, please. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ ലിഥിയം ബാറ്ററി നെക്സൺ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് LFP ബാറ്ററിയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് സാർ പറഞ്ഞു. അപ്പം ഈ LFP ബാറ്ററി അതാണോ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും നല്ലത്? അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സാർ പറഞ്ഞു NMC ബാറ്ററി ഉണ്ട്, മറ്റു ബാറ്ററികൾ ടെസ്ല എല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ആ ഓപ്ഷൻ ഇതിനകത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തേൽ എനിക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഏരിയ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ ബാറ്ററി ഫുള്ളായിട്ട് ഡ്രെയിൻ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു എർത്ത് ലീക്കേജ് എന്ന് പറഞ്ഞൊരു സിഗ്നൽ വന്നു. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ സപ്ലയറോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, അത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
സർ അതിൽ വന്ന മെസ്സേജ് എന്താണെന്ന് കൂടെ ഒന്ന് പറയാമോ? അതിന്റെ ചാർജർ യൂണിറ്റിൽ എർത്ത് ലീക്കേജ് എന്ന് പറഞ്ഞിട്ട് റെഡ് ലൈറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഫ് ചെയ്തു. പിന്നെയും കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ചെയ്തു. അപ്പോൾ രണ്ടാമതും വന്നു. പിന്നെയും ഓഫ് ചെയ്തു, പിന്നെ ഓൺ ചെയ്തു. അപ്പോൾ നോർമലായിട്ട് അത് ചാർജ് ആയി. പിന്നെ സിഗ്നൽ ഉണ്ടായില്ല. ഓക്കെ ഓക്കെ സർ, അത് രണ്ട് സംഗതികൾ ഞാൻ പറയാം. ഇപ്പോൾ സാറിന്റെ ചോദ്യങ്ങൾ 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കെമിസ്ട്രി ഇവിടെ ഉപയോഗിക്കുന്നു, രണ്ടാമത്തേതെന്ന് പറയുന്നത് മറ്റ് കെമിസ്ട്രി ഏതെങ്കിലും ഇവിടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ, മൂന്നാമത് ഈ പറയുന്ന ഒരു മെസ്സേജ്. അപ്പോൾ 3 ചോദ്യങ്ങൾ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ പെർഫോമൻസ്, നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ, നമ്മുടെ ഇന്ത്യൻ റോഡ്സിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് ഹൈ ടെറൈൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഹൈ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ 3 ടെറൈൻസ് ആണ്. അതിൽ പിന്നെ എന്താ പറയാ, സിറ്റി ടെറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് റോഡ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിഡ് ടെറൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റോഡുകളും അതുപോലെ തന്നെ അതിനകത്ത് ഇച്ചിരി കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ള റോഡുകൾ നമുക്ക് പറയും. ഇനി ഹൈ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റോഡ്, സ്പെഷ്യലി നമ്മുടെ കേരള റോഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ടെറൈനിൽ കാറ്റഗറൈസിൽ വരുന്നതാണ്. അതായത് കയറ്റവും ഇറക്കങ്ങളും മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം ആണെങ്കിലോ നമുക്ക് അത്യാവശ്യം നല്ല ഓഫ് റോഡും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന റോഡുകൾക്ക് ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് ഉള്ള, സേഫ്റ്റി ഫാക്ടർ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി മാത്രമേ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പറയുന്ന പോലെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും റഫ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫാക്ടർ വളരെ ഹൈ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്നാവുക. അതുകൊണ്ട് തന്നെയാണ് ടാറ്റ പിന്നെ LFP എന്ന് പറയുന്ന കെമിസ്ട്രിയിലേക്ക് മൂവ് ചെയ്തത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ LFPയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഹലോ ഹലോ, can you please mute? ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ അപ്പോ രണ്ടാമത്തെ ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ടാറ്റ നെക്സോൺ പ്രൊവൈഡ് ചെയ്യുന്ന 8 വർഷത്തെ ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നത് പോലെ ഒരു ഫാസ്റ്റ് റാപ്പിഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ആക്സിലറേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കുള്ള ആക്സിലറേഷൻ നടക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഇതുപോലുള്ള വലിയ വലിയ ക്ലെയിംസ് നമുക്ക് കൊടുക്കേണ്ടി വരും. അത് അത്രയും നല്ല ക്ലെയിം ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ നമ്മൾ വിൽക്കുന്ന വണ്ടിയുടെ ഒരു 2% മുകളിലൊന്നും റിട്ടേൺ വരാനോ ഈ ക്ലെയിം ചെയ്യാനോ പാടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുക, നമ്മൾ ഈ പറയുന്ന LTO അല്ലെങ്കിൽ LFP പോലുള്ള കെമിസ്ട്രീസിലേക്ക് നമുക്ക് തിരികേണ്ടി വരിക. അപ്പൊ LFP കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ലൈഫ് സ്പാൻ ആണ്. ലൈഫ് സ്പാൻ ആയതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയാ, നമുക്ക് ഈ 8 വർഷമല്ല 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ബാറ്ററി ഒന്നും മാറ്റേണ്ടി വരില്ല. അത്രയും നല്ല ലോങ് ലൈഫുള്ള ബാറ്ററീസ് ആണ്. നമ്മൾ ഈ പറയുന്ന ഡീഗ്രേഡേഷൻ ലെവൽ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി എന്തുകൊണ്ട് മറ്റ് കെമിസ്ട്രീസ് ഒക്കെ ഇവിടെ വരുന്നു എന്നുള്ള, ഇപ്പോ മറ്റ് കെമിസ്ട്രീസ് ഇന്ത്യൻ റോഡിനെ കുറിച്ചും ഇന്ത്യൻ എൻവയോൺമെന്റിനെ കുറിച്ചും ഇത്രയധികം നോളജ്, ടാറ്റയുടെ നോളജ് മറ്റ് കമ്പനികൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പറയുന്ന NMCയിലൊക്കെ വരുന്നത്. NMCയിൽ ഉള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ടോർച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെല്ലുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ആക്സിഡന്റ് അല്ല ഉണ്ടാവുക, വലിയൊരു ആക്സിഡന്റ്, മേജർ ഫയർ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് സംഗതികൾ, പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പൊട്ടിത്തെറികൾ സംഭവിച്ചതൊക്കെ നമ്മൾ US-ലൊക്കെ സംഭവിച്ചത് നമ്മൾ ഒരുപാട് കണ്ടു. മാത്രമല്ല ടെസ്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഹയസ്റ്റ് മാനുഫാക്ചറിങ് സെക്യൂരിറ്റിയും സേഫ്റ്റി പ്രോട്ടോകോൾസും കീപ്പ് ചെയ്യുന്ന മാനുഫാക്ചറുടെ വണ്ടികളിൽ പോലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. സോ ഇപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് LFP തന്നെയാണ് സേഫസ്റ്റ് കെമിസ്ട്രി. ടാറ്റ നെക്സോൺ ഉപയോഗിച്ചേക്കുന്നത് വൈസ് ഡിസിഷൻ ആണ്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അടുത്ത ഇനി കുറച്ച് കാലത്തേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. മിക്കവാറും അതിൽ സംഭവിച്ചിരിക്കുക ചാർജർ എർത്തിങ് പ്രോബ്ലം ആയിരിക്കണം. അല്ലാതെ ഒരു കാരണവശാലും എന്ത് പറയില്ല, വണ്ടിയുടെ എർത്തിങ് പ്രോബ്ലം ആയിട്ടല്ല. വണ്ടിക്ക് എർത്തിങ് അങ്ങനെ വരുന്നില്ല. കാരണം ഇത് DC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. DC ഒരു കാരണവശാലും എർത്ത് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് എർത്തിങ് വേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നോമിനൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുക നമ്മൾ AC-ലാണ്. അപ്പോൾ ഇവിടെ DC-യിൽ, അതായത് വണ്ടിയിലല്ല പ്രോബ്ലം വന്നിട്ടുണ്ടാവുക, സാറിന്റെ ഇലക്ട്രിസിറ്റി പോർട്ടിലായിരിക്കണം ഒരു പക്ഷേ എർത്തിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടാവുക. എനിവേ പ്ലീസ് ചെക്ക് ഓൺ ദാറ്റ് വൺ. ഇലക്ട്രീഷ്യനെ കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. അത് സാർ പറഞ്ഞ കറക്റ്റ് ആണ്. എർത്തിൻ്റെത് വീട്ടിലെ എർത്ത് കറക്റ്റ് അല്ലെങ്കിൽ അത്
ഇൻഡിക്കേഷൻ ചെയ്യത്തുള്ളൂ. അത് എനിക്കൊരു സൈറ്റിൽ പറ്റിയ ഇതായിരുന്നു. ഒരു സൈറ്റിൽ ഇതേ കൂട്ട് എർത്തിങ്ങിന്റെ പ്രോബ്ലം കാണിച്ചപ്പോൾ ടാറ്റക്കാർ വന്നത് ചെക്ക് ചെയ്തിട്ട് അവര് അതിന്റെ തിരിച്ച് എർത്ത് പക്കയായിട്ട് കൊടുത്തപ്പോഴത്തേക്കും അതിന്റെ പ്രോബ്ലം വന്ന് അവര് എർത്ത് മെഗർ വെച്ച് അവര് ചെക്ക് ചെയ്ത് കാണിച്ചതാണ് ആ റീസൺ. അത് നമ്മുടെ വീട്ടിലെ എർത്തിന്റെ പ്രോബ്ലമാണ്. അതെ, നമ്മൾ മെയിൻ അങ്ങനെ ഒരു ഇഷ്യൂ തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അല്ലാതൊരു പ്രശ്നം നമ്മുടെ DC വണ്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിനുള്ള സാധ്യതയില്ല. ഓക്കെ സർ, എനിബഡി എൽസ്? താങ്ക് യു മിസ്റ്റർ ജ്യോതിഷ്. താങ്ക് യു സർ. പിന്നെ ബാറ്ററിക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 100 ചോദിച്ചോടെ. ഈ ബാറ്ററിക്ക് മിനിമം ചാർജ് ഇത്രയും വേണം എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ടോ ഈ ലിഥിയം ബാറ്ററിക്ക്? നമ്മൾ നേരത്തെ ഒരു സംഗതി പറഞ്ഞല്ലോ, അതായത് പിന്നെ ഒരു ബാറ്ററിയുടെ നമ്മളിപ്പോ ഒരു നേരത്തെ ഇവിടെ കണ്ട ഒരുപാട് പിന്നെ ചാർജ് ആൻഡ് ഡിസ്ചാർജ് സൈക്കിളൊക്കെ നമ്മൾ ഇവിടെ കണ്ടല്ലോ അല്ലെ? ഒരു സെക്കൻഡ്, നമ്മൾ ഈ ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ സാർ, എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ചിലപ്പോ പലയിടത്തും നമ്മൾ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് പിന്നെ ഒരുപാട് ഡിസ്ചാർജ് ചെയ്യരുതെന്നും ഒരുപാട് ചാർജ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ പിന്നെ ഒരു 80% വരെയും നമ്മൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഫോണുകളൊക്കെ ചാർജിങ്ങിന്റെ ഇപ്പോ വരുന്ന അഡ്വർടൈസിങ് അറിയാലോ, 0 to 80 in 10 minutes 20 minutes എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ നമ്മളിപ്പോ ഇലക്ട്രിക് വെഹിക്കിളിന്റെ തന്നെ ചാർജിങ് സൈക്കിളിനെ കുറിച്ചൊക്കെ വരുമ്പോഴും പറയുന്നുണ്ട്, ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര കിലോമീറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് ചാർജ് കയറുന്നൊക്കെ പറയും. അവിടെയൊക്കെയും പറയുന്നത് 80% കപ്പാസിറ്റിയെ കുറിച്ച് പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% വരെ നമുക്ക് ഹൈ പവറിൽ ചാർജ് ചെയ്യാൻ പറ്റും, ഹൈ കറണ്ടിൽ സെല്ലിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല. അതായത് ഇതിൽ എന്താ ബേസിക്കലി സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലേറ്റിൽ നിറയെ ഇലക്ട്രോൺസ് ഉണ്ട്, മറ്റൊരു പ്ലേറ്റിൽ നിറയെ എന്താ പറയാ പിന്നെ അതിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഹൈ പവറിൽ പുഷ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഇവിടെ ഇലക്ട്രോൺസ് കൂടുതൽ ഉണ്ടായിരിക്കുകയും അവിടെ കൂടുതൽ സ്പേസ് ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മൾ 80% വരെയും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആഫ്റ്റർ 80% എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 80%ന് ശേഷം ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും, അവിടെ സ്വീകരിക്കാനുള്ള അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം കുറവായിരിക്കും ചെയ്യുമ്പോൾ ഹൈ പവറിൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ആകും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത്. ഞാൻ അതിന്റെ ഒരു പിക്ചർ കൂടി കാണിച്ചു തരാം. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന സംഗതി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ അതിന്റെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഗതി കാണിച്ചു തരാം. അതായത് അതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈ പവറിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ പിക്ചറിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വേണ്ടോ, ഇതുപോലെ നമ്മുടെ ആനോഡില് എന്താ പറയാ ഇറഗുലർ ആയിട്ട് പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യും. ഈ ഇറഗുലർ പാറ്റേൺസ് ഈ കുഞ്ഞ് സ്പേസ് ആണുള്ളത് ഈ പറയുന്ന മെംബ്രെയിൻ, അതായത് സെപ്പറേറ്ററിന്. ഈ സെപ്പറേറ്ററിനെ തുളച്ച് അപ്പുറത്ത് നമ്മുടെ കാതോഡിലേക്ക് ചെന്ന് കയറുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് മിക്കവാറും ബാറ്ററീസ് ഒക്കെ മുഴുവൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പൊട്ടിത്തെറിയും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു ഇടയ്ക്കുള്ള ഒരു സെപ്പറേറ്റർ ഇല്ല എങ്കിൽ ഹൈ സ്പീഡിൽ ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അങ്ങനെ ഫ്ലോ ഉണ്ടായാൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന സാധനം പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു 80% വരെ ചാർജ് ചെയ്ത് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറയും. അതിപ്പോ ഫോണിലെ ബാറ്ററി ആണെങ്കിലും ശരി തന്നെ, മറ്റൊന്നിലാണെങ്കിലും നമ്മുടെ ഏത് ഇലക്ട്രിക്കൽ അപ്ലയൻസിലെ ആണെങ്കിലും ശരി തന്നെ. ഇനി നമ്മൾ വളരെയധികം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലെഡ് ആസിഡ് സെല്ലുകളിലൊക്കെ പ്ലേറ്റിംഗ് നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇതിലും നമ്മുടെ ആനോഡിൽ ലിഥിയം പ്ലേറ്റിംഗ് സംഭവിക്കും. പ്ലേറ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യില്ല, ഡിസ്ചാർജ് നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രണ്ടാമതൊരു ചാർജിങ് നടക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാർജ് ചെയ്യാൻ നമുക്ക് ഇവിടെ സാധിക്കില്ല. അതായത് കുറെ ഇലക്ട്രോൺസ് അവിടെ അങ്ങ് ഫില്ല് ചെയ്യും, ലിഥിയം അവിടെ അങ്ങ് പ്ലേറ്റഡ് ആയി മാറും. ആ പ്ലേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ കപ്പാസിറ്റി ഇപ്പോൾ 100 AHന്റെ ഒരു ബാറ്ററി ആണെന്ന് വിചാരിക്കുക, പിന്നെ അവിടെ ചിലപ്പോൾ 50 or 60 ഒക്കെ ഉണ്ടാവുള്ളൂ കപ്പാസിറ്റി. അപ്പൊ അങ്ങനെ ഒരു മേജർ ആയിട്ടുള്ള ഒരു എന്താ പറയാ കപ്പാസിറ്റി ലോസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫുള്ളി ഡിസ്ചാർജ് ചെയ്യാതെ ഒരു സർട്ടൻ പെർസെന്റേജ് വരെ ഡിസ്ചാർജ് ചെയ്യാവൂ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി വേറെ രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറയാവോ എന്താണെന്ന്? സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ?
സാറേ ഈ നമ്മുടെ ബാറ്ററിക്ക്, ലിഥിയം ബാറ്ററിക്ക് 1 കിലോവാട്ടിന് ഏതാണ്ട് 18,000 റുപ്പീസ് മാനുഫാക്ചറിങ് കോസ്റ്റ് ആവുന്ന പറഞ്ഞു കേൾക്കുന്നു. എനിക്കറിയില്ല, സാറിന് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ ഇതിനകത്ത് ഏതാണ്ട് ഒരു 15,000 റുപ്പീസും സർക്കാർ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ നെറ്റ് എഫക്റ്റില് ഒരു 3,000 റുപ്പീസ് ആണ് പെർ കിലോവാട്ട് ഒരു ബാറ്ററിക്ക് ചെലവ് വരിക എന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ സാറ് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കാറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും അതിന്റെ എഞ്ചിൻ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മോട്ടോർ സിസ്റ്റത്തില് കാര്യമായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നില്ല. എന്നാൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനെല്ലാം ഭയങ്കര കോസ്റ്റ് ആണ് കാണുന്നത്. മറ്റതിന്റെ എല്ലാം 3-4 ടൈംസ് കോസ്റ്റിൽ ഇൻക്രീസ് കാണുന്നത്. എന്താണ് ഇതിന് യഥാർത്ഥ കാരണം? ഓക്കെ, അത് ഞാൻ ഏകദേശം ഒരു കണക്ക് നോക്കുകയാണ്. ഇന്നത്തെ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പോ ഏകദേശം 54, അപ്പോ ഏകദേശം 15,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപയാണ് ഒരു എ ഗ്രേഡ്, ഇപ്പൊ ഓട്ടോമോട്ടീവ് ഗ്രേഡിലുള്ള ഒരു സെല്ലിന്റെ ഒരു കിലോ വാട്ടിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്, ശരിയാണ്. അത് ഇപ്പൊ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ റേറ്റ് ഞാൻ നോക്കിയപ്പോൾ 21,000 രൂപയാണ്. അതുകൊണ്ടാണ് ഞാനത് പിന്നെ രണ്ടാമത് പെട്ടെന്ന് കണക്ക് കൂട്ടേണ്ടി വന്നത്. അപ്പോ 1 കിലോ വാട്ടിന്റെ കോസ്റ്റ് അതാണ്. അതില് ഗവൺമെന്റ് സബ്സിഡി 15,000 രൂപ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഈ പറയുന്ന 15,000 രൂപ ഇതിൽ കുറയുന്നുണ്ട്. പക്ഷെ ഇത് സെല്ലിന്റെ കോസ്റ്റ് മാത്രമേ ആവുന്നു. അതായത് ഈ പറയുന്ന നമ്മുടെ എനർജി സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന ബാറ്ററി സെല്ലിന്റെ മാത്രം കോസ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇനി അതിനപ്പുറം അത് പിന്നെ വെൽഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ സേഫ്റ്റി പ്രോട്ടോകോൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ ലേബർ ഉണ്ട്, മറ്റു സംഗതികളുണ്ട്. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 അല്ല, 25 മുകളിൽ വരും. ഇപ്പോ 1.5 കിലോ വാട്ടിന്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ അറൗണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ 2 വീലറിന്റെ ഏറ്റവും ചീപ്പസ്റ്റ് അവൈലബിൾ എന്ന് പറയുന്നത് ഇപ്പൊ അറൗണ്ട് 30,000 അടുത്ത് വരുന്നുണ്ട് കോസ്റ്റ്, 1.5 കിലോ വാട്ട്. അപ്പോ നമുക്ക് അറിയാം നമ്മുടെ ഇപ്പോ ഗ്രേഡ് ബിയിലുള്ള അതായത് മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഒക്കെ ഒരുപാടുള്ള ടൈപ്പ് ഓഫ് സെല്ലുകൾ ഇപ്പൊ നമ്മുടെ ഇപ്പോ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതൊക്കെ അറൗണ്ട് 20,000 തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷെ ആ സാധനങ്ങൾ ഈ പറയുന്ന ഒന്നും പാലിക്കുന്നില്ല, സേഫ്റ്റി ഒന്നും പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു സംഗതി നമുക്ക് പിന്നെ അവിടെ 2 കമ്പനികളുടെ അല്ലെങ്കിൽ 2-3 കമ്പനികളുടെ എടുക്കുമ്പോൾ പ്രൈസ് ഡിഫറൻസ് ഒക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോ ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തായിരുന്നു, സോറി, രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഹലോ സർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു വണ്ടിയില് എൻജിൻ, ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ, ഈ കോസ്റ്റുകളെല്ലാം കട്ടാവുകയാണ്. അതിന് പകരം നമുക്ക് വേണ്ടത് ഒരു ഡ്രൈവ്, ഒരു മോട്ടോർ മാത്രമാണ്. ഇതെല്ലാം ഈ കോസ്റ്റ് വൈസ് സാധാരണഗതിയിൽ ഇത് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കുറവാണ് വരേണ്ടത്. പിന്നെ അതിന്റെ കൺട്രോൾ സിസ്റ്റം, ഈ കൺട്രോൾ സിസ്റ്റം ഒക്കെ ഇപ്പോഴത്തെ വണ്ടികളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നെറ്റ് കോസ്റ്റ് ഈ ബാറ്ററിയിൽ വരുന്ന ഈ സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു കോസ്റ്റ് ഉണ്ട്. എങ്ങനെ ഇത്രയും ഒരു 10 ടൈംസ് കോസ്റ്റ് ഇതിന് വരുന്ന ഒരു കാരണവും കാണുന്നില്ല. അതാണ് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പോ നിലവിലെ പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോ ഗ്യാസിലിൻ, അതായത് പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെ നമ്മളിപ്പോ എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ അതിനകത്ത് വരുന്ന കഴിഞ്ഞാൽ 12 വോൾട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റഡി യൂണിറ്റ് മാത്രമാണ്. അതിന്റെ കമ്പോണൻസ് എല്ലാം കൂടി വളരെ കുഞ്ഞാണ്. അതേസമയത്ത് ഒരു ഹൈ വോൾട്ടേജ്, ഇപ്പോൾ നമ്മൾ 12 വോൾട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നിന്ന് 72 അല്ലെങ്കിൽ പിന്നെ 48, ഏറ്റവും മിനിമം തന്നെ എടുത്തോളൂ, 48 വോൾട്ടിന്റെ സിസ്റ്റം അതിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ കമ്പോണൻസ് മുഴുവനും മാറുകയാണ്. അവിടെ കറണ്ട് റേറ്റിംഗ് ഒക്കെ വരുന്ന മോസ്ഫെറ്റുകളുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-150 ആംപിയറിലേക്ക് മോസ്ഫെറ്റ് ഉപയോഗിച്ചാൽ മാത്രമാണ് ഇതിനെ ബ്ലോ ആയി പോകാൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് സിങ്കുകൾ, അങ്ങനെ എല്ലാം ഇപ്പോൾ അതിനകത്ത് കൺട്രോളർ വേണം നമുക്ക്. കൺട്രോളർ മീൻസ് മൈക്രോ കൺട്രോളേഴ്സ്. മറ്റൊരു മൈക്രോ കൺട്രോളർക്ക് വളരെ കുഞ്ഞ് 1-2 ADC ഉള്ള മൈക്രോ കൺട്രോളർ മതിയാവും. പക്ഷെ ഇവിടെ അതല്ല, ഒരുപാട് ചാർജ് ആൻഡ് ഡിസ്ചാർജ് പാരാമീറ്റേഴ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ അവിടെയൊക്കെ മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ വളരെ വലിയ മൈക്രോ കൺട്രോളേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് പ്രോഗ്രാമിംഗ് വേണ്ടി വരും, ഒരുപാട് സംഗതികൾ. അവിടെ ഒരുപാട് സംഗതികൾ ഇപ്പൊ ഈ പറയുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒക്കെ വരുന്നില്ലേ, അതൊക്കെ അത്ര ഈസി സംഗതികളല്ല. അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ആണ്
ചാർജിങ് കറണ്ട് വരുന്നത്, അതിനൊക്കെ യൂസ്ഫുൾ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന മോസ്ഫെറ്റുകളൊന്നും പിന്നെ ബ്ലോ ആവാതെ കീപ്പ് ചെയ്യണം. അങ്ങനെ കുറെ സംഗതികളും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഇതിന്റെ കോസ്റ്റ് കൂടുന്നത്. ഇനി മോട്ടോർ അതിനകത്ത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ എഞ്ചിന്റെ പാർട്സ് പോലെ തന്നെ ഇത്രയും എമൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് എപ്പോഴും അറിയാം, ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ 100 എണ്ണം ഉണ്ടാക്കുമ്പോഴും 1000 10,000 എണ്ണം ഉണ്ടാക്കുമ്പോഴും നമ്പർ ഓഫ് കോസ്റ്റ് ഒരു പീസിൽ കുറഞ്ഞു വരുന്നത് കൂടുതൽ എണ്ണം ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോ പിന്നെ കൂടുതൽ എണ്ണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി വേറൊരു ഫാക്ടർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ഒരു ബൈക്ക് വാങ്ങുമ്പോൾ അവിടെ റെയർ എർത്ത് മെറ്റീരിയൽസ് വളരെയധികം കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. മിക്കവാറും എല്ലാം അബൻഡന്റ് മെറ്റീരിയൽസ്, അലുമിനിയം പോലുള്ള സാധനങ്ങളും ഇരുമ്പും ഒക്കെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്, സ്റ്റീലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നിയോഡിമിയം മാഗ്നറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെയിൻ ഒരു ഘടകം മോട്ടോറുകളിൽ. ആ നിയോഡിമിയം മാഗ്നറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം പിന്നെ റെയറസ്റ്റ് മെറ്റീരിയൽ ആണ്. മാത്രമല്ല ഇതിന്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ചൈനയുമാണ്. ചൈന വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഈ സാധനം മറ്റു കൺട്രീസിന് സപ്ലൈ ചെയ്യുന്നുള്ളൂ. മെജോറിറ്റി അവർ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിന്റെ ഗ്രേഡുകൾ മാറുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോ മാഗ്നറ്റിന്റെ തിക്നെസ് പിന്നെ M26 എന്ന് പറയുന്ന ഗ്രേഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്നതിൽ നിന്നും ഏകദേശം 4000 മുതൽ 6000 രൂപയുടെ മിനിമം വ്യത്യാസം വരും N28 വരുമ്പോൾ. ഇനി അതിന്റെ തന്നെ ഗ്രേഡ് ഉണ്ട്, നിയോഡിമിയം N48 ഉണ്ട്, N52 ഉണ്ട്. 52 എന്നൊക്കെ പറഞ്ഞ ഹയർ ഗ്രേഡ് ആണ്. അതൊന്നും ഒരിക്കലും ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. N52 ഒക്കെ മാഗ്നറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്യൂബിക് സെന്റിമീറ്റേഴ്സിന്റെ തന്നെ ഏകദേശം 4000-5000 രൂപ വരുന്നുണ്ട്. സോ അത്രയും റെയർ എർത്ത് മെറ്റീരിയൽസ് വരുന്നത് കൊണ്ട് കൂടിയാണ് എന്ത് പറയുന്നത്, നമുക്ക് പിന്നെ മോട്ടോറിന്റെ ഒക്കെ കോസ്റ്റ് കൂടുന്നത്. കൺട്രോളറിന്റെയും പറഞ്ഞു. ഇനി അതുപോലെ ബാറ്ററി ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു പിന്നെ മെറ്റീരിയൽസിന് എല്ലാം കൂടി തന്നെ 1-1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട്. പിന്നെ മറ്റ് ബ്രാൻഡിങ് കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിന്റെ അവരുടെ പ്രോഫിറ്റ്, ഇതൊക്കെ വരുമ്പോഴാണ് ശരിക്കും 2 lakhs മുകളിൽ വണ്ടികളുടെ കോസ്റ്റ് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഞാൻ അവരുടെ ഒരു പാർട്ട് ബൈ പാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് തോന്നുന്നു. റോബിൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സാർ പറഞ്ഞത് ക്ലിയർ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് ഇപ്പോഴും ഇത് വാങ്ങാൻ സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കൂടുതലും ബ്രാൻഡിങ് കോസ്റ്റും R&D കോസ്റ്റും ഒക്കെ ഇതിനകത്ത് പിന്നെ പ്രോഫിറ്റും ഒക്കെ കണ്ടുപോകാനും ചാടി വരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് മേടിക്കുകയാണ് നല്ലതെന്ന് ഒരു സാധാരണ ബുദ്ധിയിൽ ആലോചിക്കുമ്പോൾ തോന്നുന്നു. അത് ഷെയർ അല്ല, അത് റോബിൻ അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു പാറ്റേൺ ഞാനിപ്പോ പറഞ്ഞുതരാം, ഒരു ഗ്രാഫ് പറയാം. 2018 ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുമ്പോഴുണ്ടായിരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ അറൌണ്ട് 45,000 to 60,000 റുപ്പീസ് ആയിരുന്നു. ഇന്ന് 60,000 റുപ്പീസ് മുതൽ, അതായത് ചൈനീസ് പ്രൈസിൽ, അതായത് ചൈനയിലെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലൊരു കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ലെവലിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് $200 ആയിരുന്നു വിലയെങ്കിൽ ഇന്നത് $400 മുതൽ $500 വരെ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ലിഥിയം ഡേ ബൈ ഡേ അവൈലബിലിറ്റി കുറഞ്ഞു വരികയാണ്. 2, റെയർ എർത്ത് മെറ്റീരിയൽസ് ഈ പറയുന്ന പോലെ മാഗ്നറ്റ്സും മറ്റു സാധനങ്ങളുടെയും അവൈലബിലിറ്റി കുറഞ്ഞു വരികയാണ്. പിന്നെ നമുക്ക് ഇന്നത്തെ ലെവലിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്, ഇന്നത്തെ കണ്ടീഷനിൽ ഇപ്പൊ ഗോൾഡിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പറാണ്. കോപ്പറിന്റെ അവൈലബിലിറ്റി ഷോർട്ടേജ് വരുന്നുണ്ട്, ഭയങ്കര ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. അപ്പൊ എന്തിനും ഏതിനും കോപ്പർ വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്റർനാഷണൽ ലെവലിൽ അതൊരു ഗ്ലോബൽ മാർക്കറ്റിൽ ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മുന്നോട്ട് പോകുന്തോറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ R&D കോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടിൽ വരുന്നില്ല. ബ്രാൻഡിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓലയും മറ്റുമൊക്കെ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഈ ടാറ്റയും ഒക്കെ ഒരുപക്ഷെ ഒരു ചെറിയ ശതമാനം വാങ്ങുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും അല്ല മേജർ കോസ്റ്റ്. ഞാൻ ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽ കോസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഓപ്പൺ മാർക്കറ്റിൽ ഈ ഓരോ മോട്ടോറും കൺട്രോളറും ബാറ്ററിയും സെപ്പറേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ you have to pay almost double cost of the entire vehicle. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അതേ സമയത്ത് ഇത് സബ്സിഡിയും മറ്റു സംഗതികളും ഒക്കെ വരുന്നതുകൊണ്ടാണ്. ഇപ്പോ ഞങ്ങൾ ഇമ്പോർട്ടേഴ്സ് ആണ്. അപ്പോ കേരളത്തിൽ ഇപ്പോ പിന്നെ നമ്മളിപ്പോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ
ഇത് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത് അതിന്റെ നമുക്ക് ചാർജ് വരുന്നത് 5% ടാക്സ് ആണ്. അതേസമയത്ത് അത് സോളാറിലേക്ക് വരുമ്പോൾ 12% ടാക്സ് വരും. ഇനി ഞങ്ങൾ അതേ സമയത്ത് പിന്നെ ജനറിക് പർപ്പസ് ആയിട്ട് ഞങ്ങൾ അതിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഏതിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ R&D പർപ്പസിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 28% ആണ് ഞങ്ങൾക്ക് ടാക്സ് വരും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലവിലൊരു സിറ്റുവേഷൻ. അതായത് ഇത്രയും സബ്സിഡി 5%, ഈ പറയുന്ന 28-ൽ നിന്ന് 5%-ലേക്ക് താഴ്ന്ന ഒരു പിന്നെ ടാക്സ് റേറ്റിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ പിന്നെ മറ്റു കമ്പോണൻസ് കൊണ്ടുവരുമ്പോഴും ഈ പറയുന്ന 5%-ലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ മിക്കവാറും എല്ലാ മാനുഫാക്ചേഴ്സിനും തരാൻ പറ്റുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കോസ്റ്റ് നമ്മൾ ഈ പറയുന്ന 2 ലക്ഷത്തിലോ 3 ലക്ഷത്തിലോ ഒന്നും തീരില്ല. അത്രയും ഹൈ കോസ്റ്റിലേക്ക് തന്നെ പോകും. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം ടു സ്വിച്ച് ടു ഇലക്ട്രിക് വെഹിക്കിൾസ്. പിന്നെ ഒരു സംഗതി കൂടി വരാനുണ്ട്. ഈ പറയുന്ന കപ്പാസിറ്റി, ബാറ്ററിയുടെ കപ്പാസിറ്റി കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് ഇനി വരും വർഷങ്ങളിൽ സംഭവിക്കും എന്ന് കരുതുന്നു. സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഒക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സോഡിയം അയോൺ ബാറ്ററി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി നല്ല റേഞ്ചും മറ്റുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ റേറ്റിന് വലിയൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റേറ്റ് കൂടുതൽ കൂടാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അറൗണ്ട് പിന്നെ ഒരു 30 മുതൽ 40% വരെ ലിഥിയം സെല്ലുകളുടെ പ്രൈസ് കൂടിയിട്ടുണ്ട്. പിന്നെ 1-1.5 മാസം കൊണ്ട്. പിന്നെ രണ്ടാമതൊരു സംഗതി, അവൈലബിലിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കണ്ടെയ്നർ പിന്നെ സെല്ല് വന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഏകദേശം ഹാഫ് കണ്ടെയ്നർ മാത്രമേ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത്രയും അധികം മെറ്റീരിയൽ ഷോർട്ടേജ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് എനിക്ക് തോന്നുന്നത്, റോബിൻ, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു സ്വിച്ച് ടു ഇലക്ട്രിക്. Maybe in future we will get some other advantages, but definitely the price is gonna go rocket high. സാറേ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് നന്ദി. പക്ഷെ ഇപ്പൊ ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, പെട്രോളിയം വെഹിക്കിൾസ് നമ്മൾ ഈ പെട്രോൾ ആയിട്ട് പോകുന്നത് നമ്മൾ ഒരു ബെറ്റർ സ്വിച്ച് ഓവർ അല്ലാന്ന് തോന്നുന്നു. കാരണം പെട്രോളിയം തീരാൻ പോകുന്നു. ഇതും സാറ് മെറ്റീരിയൽസ് വെച്ചാണ് ഇപ്പൊ ചെയ്യുന്നത്, അതും തീരാൻ പോകുന്നു. അപ്പൊ ആകെ ഒരു ആകുലതയാണ് ബാക്കി നിൽക്കുന്നത്. അല്ല, പെട്രോളിയം തീരാനൊന്നും പോകുന്നില്ല. പെട്രോളിയം ഇനിയും ഒരു 100 കൊല്ലമോ 200 കൊല്ലമോ ഉള്ള പെട്രോളിയം ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് പെട്രോളിയം കൊണ്ടുള്ള വേസ്റ്റ് കാരണമായിട്ട് ഈ സ്മോക്കും കാർബൺ ഡൈ ഓക്സൈഡും മോണോക്സൈഡും ഒക്കെ കാരണം മനുഷ്യൻ തീർന്നു. അത് മാത്രമാണ് ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം. ഇത് ശരിക്കും പറഞ്ഞാൽ പെട്രോളിയം തീരുന്നത് കൊണ്ടല്ല ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഗ്രീൻ എനർജിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. പെട്രോളിയം തീരില്ല. അത് നിങ്ങൾ എത്ര ഉപയോഗിച്ചു കഴിഞ്ഞാലും തീരില്ല. അത്രയും റിസർവ് പിന്നെ മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതേസമയത്ത് തീർന്നു പോകുന്ന മനുഷ്യനാണ്. ഇപ്പോ നമ്മുടെ 80s-ലും പിന്നെ 2000-ലുള്ള കുട്ടികളുടെയും പിന്നെ എന്താ പറയാ സാധാരണക്കാരുടെയും പിന്നെ എന്താ പറയുക ഡിസീസ് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എന്തുമാത്രം രോഗങ്ങളാണ് നമുക്കിപ്പോ ഉള്ളത്. ഇപ്പോ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഞാൻ ഒരു ചെറിയൊരു സംഗതി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ഞാൻ AC ഇട്ടിട്ടാ പോവാറ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ എത്തുമ്പോഴത്തേക്കും വേർത്ത് കുളിച്ചൊരു പരിപാടി കരുതിയിട്ടാണ് പോവാറ്. പക്ഷെ കഴിഞ്ഞ ദിവസം AC കംപ്ലൈന്റ് ആയത് കാരണം എനിക്കൊന്ന് പിന്നെ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിക്കേണ്ടി വന്നു കുറച്ച് ദൂരം, ഒരു അറൌണ്ട് 5 കിലോമീറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ മുഴുവൻ കരിയായിരുന്നു. സാധാരണ തിരുവനന്തപുരം സിറ്റിയിൽ നടന്നൊരു സംഗതിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത്രത്തോളം പൊല്യൂട്ടഡ് ആണ് നമ്മുടെ പിന്നെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചു നാൾ അടച്ചു കിടന്നപ്പോൾ ലോകത്തിൽ എന്തുമാത്രം പലയിടത്തും ഇപ്പൊ ഡൽഹിയിലെ ഈ പറയുന്ന പൊടിയും ഒക്കെ താഴ്ന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൽഹി, കുറെ എന്താ പറയാ പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്ലിയർ ആയ ഒരു ഡൽഹി കാണാൻ പറ്റി എന്ന് പറയുന്ന പോസ്റ്റുകൾ നമ്മൾ കണ്ടിരുന്നു. ഇറ്റലിയിലും മറ്റൊക്കെ വെനീസിലും ഒക്കെ പിന്നെ വന്ന ചേഞ്ചുകൾ നമ്മൾ കണ്ടു. ഇത് ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയം ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് പെട്രോളിയമാണ്. സോ ബെറ്റർ നാളെ ഇപ്പൊ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നാളെയുടെ ഭാവി, അതായത് ഭാവി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കണമോ അതോ കഷ്ടപ്പെടണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ട നമ്മളാണ്. സോ ആ ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യാം. അതേ സമയത്ത് നമ്മളിപ്പോ ഓക്കെ, ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ഡു, ബട്ട് ഐ ഹാവ് ടു ലിവ് ഇൻ എ ബെറ്റർ പ്ലേസ്, ഐ ഹാവ് ടു സ്പെൻഡ് വൈസ്ലി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ,
you can continue with petroleum. സാറേ എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്, പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ചോദ്യം കഴിഞ്ഞിട്ട് ചോദിച്ചോ. Okay, thank you, Rafi. ഹലോ, ഈ പ്രസന്റേഷൻ ഇത് റെക്കോർഡഡ് ആണോ? ഞാൻ ഫുൾ ആയിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. I'm not sure. റെക്കോർഡഡ് ആണ്. അപ്പോ കണ്ണൻ സാർ പറഞ്ഞത് റെക്കോർഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് കളക്ട് ചെയ്യാൻ പറ്റും. കണ്ണൻ സർ, ക്ലബ് ഹൗസിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്, അത് പറഞ്ഞോട്ടെ? ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കണ്ണൻ സർ? പറഞ്ഞോളൂ. ഓക്കെ, ക്ലബ് ഹൗസിലെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പറയാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മോഡറേറ്റേഴ്സിന് ടൈപ്പ് ചെയ്ത് വിടാം, അതിവിടെ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ വന്നിരിക്കുന്ന ചോദ്യം, ഡൊമസ്റ്റിക് യൂസേഴ്സിന് ഏത് ടൈപ്പ് ബാറ്ററി ആണ് നല്ലത്? LPO ആണോ LTO ആണോ? LFP തന്നെയാണ് എനിക്കിപ്പോ സജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ചീപ്പ്, നമുക്ക് എനർജി സ്റ്റോറേജ് ആപ്ലിക്കേഷൻ വരുമ്പോൾ എപ്പോഴും നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാം. LTO ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എവർ, ബട്ട് ദ പ്രോബ്ലം ഈസ് അപ്ഫ്രണ്ട് കോസ്റ്റ്. അപ്ഫ്രണ്ട് കോസ്റ്റ് നമ്മുടെ സാധാരണ എന്താ പറയാ, നമ്മുടെ ലെഡ് ആസിഡിന്റെ ബാറ്ററിയേക്കാള് അറൗണ്ട് 4 മടങ്ങോളോ 3 മുതൽ 4 മടങ്ങോളോ ഒക്കെ നമുക്ക് ചിലപ്പോ ശരിക്കും ലിഥിയം ഫെറോഫോസ്ഫേറ്റിന്റെ ബാറ്ററി ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വന്നേക്കും. അത് ഇപ്പോഴത്തെ കണ്ടീഷനാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു 2021 മിഡിലൊക്കെ ആയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ കോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അറൗണ്ട് 4 ടൈംസിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ലിഥിയം ഫെറോഫോസ്ഫേറ്റിന്റെ 8 ടൈംസ് കോസ്റ്റ് ആണ് നമ്മുടെ ലിഥിയം ടൈറ്റനേറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ അത്രയും ഹെവി കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്, അതൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഞാൻ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലോ ബാറ്ററീസ് ഒക്കെ ഉണ്ട്, വനേഡിയം റെഡോക്സ്, സിങ്ക് ബ്രോമൈൻ, അതുപോലെ സിങ്ക്, പിന്നെ ഫെറസ് ബാറ്ററീസ്, അങ്ങനെ ഒരുപാട് ബാറ്ററീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ there are lot of options. ഇപ്പൊ അതല്ല, ഒരു ലിഥിയം ബേസ്ഡ് ആണ് പോകുന്നത് എങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഒറ്റ ബാറ്ററി മാത്രമേ ഉള്ളൂ, ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ്, LFP ബാറ്ററീസ് ആണ് ഇപ്പോൾ സേഫും. അതുപോലെ തന്നെ ഒരു 2000 സൈക്കിൾസ്, അതായത് 2000 സൈക്കിൾസ് കഴിയുമ്പോഴും 80% അതിന്റെ ചാർജ് അവിടെ റിമെയിൻ ചെയ്യും. സോ ഇറ്റ് വിൽ ലാസ്റ്റ് അറൌണ്ട് 20 years. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പെക്ടേഷൻ. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. ആരോ എന്തോ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ക്ലിയർ ആവുന്നില്ല. ചോദിച്ചോളൂ, ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാമോ എനിക്ക്? സാറേ, നമ്മളിപ്പം ഈ ഇലക്ട്രിക് വെഹിക്കിളിനെല്ലാം അവർ ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ ചാർജർ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡുകാർ സപ്ലൈ ചെയ്യുന്ന ഒരു എനർജി കൊണ്ടാണ് നമ്മളിത് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതായത് ചുരുക്കത്തിൽ ഈ കരിയും പുകയൊക്കെ വേറെ എവിടെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ വണ്ടിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഗ്രീൻ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു സോളാർ പാനൽസ് സപ്പോർട്ട് ചെയ്ത ഒരു ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് യഥാർത്ഥത്തിൽ ഗ്രീൻ ആണ് എന്ന് പറയാം. പക്ഷെ ആരും ഈ സോളാർ പാനൽസ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന തരം ചാർജർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പൊ ബൈക്കിനൊക്കെ ആണെങ്കിൽ വളരെ 1-2 പാനൽസ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചാർജർ പൂർത്തിയാക്കാൻ പറ്റും. പക്ഷെ ആരും ഇത് ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. എന്താണ് അതിന് കാരണം? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമാണോ കൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്ത് ഒത്തിരി ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇൻവെർട്ടർ സിസ്റ്റം വെച്ച് അത് വീണ്ടും തിരിച്ച് ഒത്തിരി എന്താണ് പറയാ കൺവേർഷൻ ലോസസ് നടത്തിയിട്ടേ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ചാർജറിൽ പാനൽസ് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആരും സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, അത് വലിയൊരു എന്താ പറയാ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല.
ആദ്യമേ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഇത് പിന്നെ ഈ റോബിൻ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ മേജർ എന്തുകൊണ്ടാണ് ആൾക്കാർ മാനുഫാക്ചേഴ്സ് AC to DC ചാർജസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ ആണ് ആൻസർ. എല്ലായിടത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചാർജർ എന്നുള്ള മെത്തേഡിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയത്ത് ഇപ്പൊ ഒരു യൂസർ ഇപ്പൊ റോബിൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പോ തീരുമാനിക്കുകയാണ് ഐ വോണ്ട് ടു ഗോ കംപ്ലീറ്റ്ലി ഗ്രീൻ എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MPPT ഉണ്ടാക്കുക, അതായത് MPPT വാങ്ങുക. MPPT വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്കിപ്പോ 2 പാനൽ അല്ലെങ്കിൽ 3 പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണ്ട, ഒറ്റ പാനൽ തന്നെ ധാരാളമാണ്. ഒറ്റ പാനൽ 40 വോൾട്ട് ഉണ്ടാവും. അപ്പൊ 40 വോൾട്ട് നമുക്ക് നോമിനൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ 40 വോൾട്ടിനെ നമുക്ക് പിന്നെ ബക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജിലേക്ക് മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ 72 വോൾട്ട് ആണെങ്കിൽ 87.6 വോൾട്ട് അല്ലെങ്കിൽ 84 വോൾട്ട് അതിലേക്ക് നമ്മൾ ബൂസ്റ്റ് ചെയ്താൽ മാത്രം മതി. അത്യാവശ്യം വരുന്ന ഒരു 2 ആംപിയർ 3 ആംപിയർ കറണ്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു 500 വാട്ട്സ് നമുക്ക് അവിടെ ഒരു പാനലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു വണ്ടി നമുക്ക് ചാർജ് ചെയ്യാനുള്ള പവർ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഗ്രീനും ആണ്. ചെറിയ രീതിയിലുള്ള ട്രാൻസ്മിഷൻ ലോസും മറ്റുമൊക്കെ ഉണ്ടായേക്കും. ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. നമ്മളിപ്പോ ഈ പറയുന്ന ഒരു കൺസേൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ എന്തുകൊണ്ട് ഓട്ടോ മേക്കേഴ്സ് തരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇതാണ്. നമുക്ക് എല്ലായിടത്തും ചാർജ് ചെയ്യണമെങ്കിൽ ഈ പാനലും ചുവന്നോട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏത് വാൾ മൗണ്ടിലും നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് റിലയബിലിറ്റിക്ക് വേണ്ടി മാത്രമാണ് AC to DC ചാർജേഴ്സ് നമുക്ക് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളത് തീരുമാനിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറാൻ പറ്റും. ദാറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഐ വിൽ പ്രൊമോട്ട് യു ഓൺ ദാറ്റ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ക്ലബ് ഹൗസിൽ നിന്ന്. ഈ ഹോം യൂസേഴ്സിനുള്ളത് ബാറ്ററികൾ അതിലെ ഗ്രേഡ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? സർ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ടൈപ്പ് ഓഫ് ബാറ്ററി മാത്രമേ, ഒരൊറ്റ ഗ്രേഡിലുള്ള ബാറ്ററി മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഗ്രേഡ് A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ QC ഫാസ്റ്റ് ബാറ്ററീസ് എന്ന് പറയുന്നത്. മറ്റ് സെക്കൻഡ് ഗ്രേഡ് B എന്നറിയപ്പെടുന്ന സെല്ലുകൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ക്വാളിറ്റി കൺട്രോൾ പാസ്സാകാത്തതാണ്. അത് എന്ത് കാരണം എന്നുള്ളത് മാനുഫാക്ചർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ഒരു സെർട്ടൺ ടൈമിന് ശേഷം അവർക്ക് പോലും അത് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു 3-4 റീസൺസ് പറയാം. ഒന്ന്, കപ്പാസിറ്റി മീറ്റ് ചെയ്യാത്തതാകാം, അത് ഗ്രേഡ് B ആകും. അപ്പോൾ ഉദാഹരണത്തിന് 100Ah സെല്ല് അല്ലെങ്കിൽ 10Ah സെല്ല് അല്ലെങ്കിൽ 6Ah സെല്ല് ഗ്രേഡ് B എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്നത് പോലെ കപ്പാസിറ്റി 6Ah ഉണ്ടാവില്ല, 5Ah അല്ലെങ്കിൽ 5.5 ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഗ്രേഡ് B ആയി. ഇനി അതിന്റെ നോമിനൽ വോൾട്ടേജ്, അതായത് ആ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്, ആ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണെങ്കിൽ 3.2 അതിന്റെ നോമിനൽ ആണ്. അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് 3.2 വരാൻ പാടുള്ളൂ. ആ ഒരു മെത്തേഡ് അത് കീപ്പ് ചെയ്യുന്നില്ല. സോ ഇറ്റ് വിൽ ബിക്കം ഗ്രേഡ് B. ഇനി ഇന്റേണൽ ലീക്കേജ് ഉണ്ടാകുക, അത് ഗ്രേഡ് B ആകാം. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ്, അതായത് ഇംപിഡൻസ്, അതിൽ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് B ആകാം. പിന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ, ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും അതിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് B ആകാം. ഇനി അതിന്റെ കപ്പാസിറ്റി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡീഗ്രേഡേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് B ആകാം. സോ ദർ ആർ ലോട്ട് ഓഫ് ടൺ ഓഫ് പോസിബിലിറ്റീസ് ഫോർ ക്ലാസിഫൈങ് ഇറ്റ് ആസ് എ ഗ്രേഡ് B സെൽ. അപ്പോൾ ഇതിൽ എന്ത് കാരണം കൊണ്ടാണ് ഗ്രേഡ് B എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലരും ഇപ്പോൾ ചൈനീസ് മാനുഫാക്ചേഴ്സ് അല്ല, നമ്മൾ ചൈനീസ് സെല്ലേഴ്സ് ഒരുപാട് ഇപ്പോൾ വെയർ ഹൗസസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഇത് ഗ്രേഡ് B ആണ്, സോ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഹൈ ഡിസ്ചാർജ് അവിടെ വരുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ അത് തെറ്റാണ്. കാരണം EVയിൽ നമുക്കറിയാം ഒരു ഹെവി ഡിസ്ചാർജ് വരിക ഒരു സെർട്ടൺ ടൈമിൽ മാത്രമായിരിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെവി ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ഏത് റേറ്റിലാണെങ്കിലും, ഇപ്പോൾ 0.5C ആണെങ്കിലും 1C ആണെങ്കിലും 2C ആണെങ്കിലും ആ ലെവലിൽ അത് കണ്ടിന്യൂസ് ഡിസ്ചാർജ് നടക്കുന്ന ഒരു ഏരിയയാണ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഈ പറയുന്ന എനർജി സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ 500 വാട്ട്സിന്റെ ഒരു യൂസേജ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ, പെട്ടെന്ന് ഒരു 5-6 പേര് കൂടി വീട്ടിലേക്ക് വന്നു, ഹോളിലും മറ്റു ബെഡ്റൂമുകളിലും ഒക്കെ നമ്മൾ ലൈറ്റും ഫാനും ഒക്കെ യൂസ് ചെയ്യുന്നു, എയർ കണ്ടീഷണർ ഓൺ ചെയ്തു. ഇത് 500 പെട്ടെന്ന് തന്നെ ബൂസ്റ്റ് ചെയ്ത് 1200 അല്ലെങ്കിൽ 2000 വാട്ട്സിലേക്ക് മാറി. 2000 വാട്ട്സിലേക്ക് പിന്നെ അത് റിമൈൻ ചെയ്യാണ്. പിന്നെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ചിലപ്പോ 2-3 മണിക്കൂറുകളോ എങ്കിലും, അപ്പോൾ അത്രയും ചാർജ് അവിടെ റിമൈൻ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രേഡ് B ഒരിക്കലും ഒരു
ശാശ്വതമായ ഒരു ഓപ്ഷൻ അല്ല എനർജി സ്റ്റോറേജിന്. എപ്പോഴും ഗ്രേഡ് എ മാത്രം ചൂസ് ചെയ്യുക. ഗ്രേഡ് എ സെല്ലുകൾക്ക് എപ്പോഴും കോസ്റ്റ് ഉണ്ടാവും. മറ്റേത് റിജക്റ്റഡ് സെല്ലുകൾ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് കോസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ പുറകെ പോകാതിരിക്കുക. അതിന്റെ ദൂഷ്യവശങ്ങൾ തുടക്കത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല, പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അത് അനുഭവിക്കേണ്ടി വന്നേക്കും. സോ ബെറ്റർ ഗോ വിത്ത് ഗ്രേഡ് എ സെൽസ് ഫോർ എനി ആപ്ലിക്കേഷൻ. ഒരു ചോദ്യം വന്നേക്കുന്നത്, ഈ ഇൻവെർട്ടറിലൊക്കെ സാധാരണ ബാറ്ററി മാറ്റിയിട്ട് ലിഥിയം ബാറ്ററി വെക്കാൻ കഴിയുമോ? അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ആകെ ഒരൊറ്റ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇൻവെർട്ടേഴ്സ് ഒക്കെ 2 ടൈപ്പ് ഓഫ് ചാർജിങ് ഒക്കെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് വേ, നമ്മുടെ ഇതറിയാലോ, പിന്നെ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് പുഷ് ചെയ്തിട്ട് വേണം നമ്മൾ കറണ്ട് അതിനകത്ത് സ്റ്റോറേജ് നടത്തേണ്ടത്. അറിയാം, നമ്മളിപ്പോൾ ഹാഫ് സൈൻ വേവ് ഒക്കെ വെച്ചിട്ട്, അതായത് ഹാഫ് വേവ് റെക്ടിഫൈഡ് വേവ് ആണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, സാർ അതിന് ഒരു പേര് പറയാറുണ്ടല്ലോ, ഇൻവെർട്ടേഴ്സിന്റെ പുറകിലൊക്കെ ഒരു സ്വിച്ച് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കേണ്ടുന്നതാണ് ലിഥിയം ബാറ്ററിയുടെ. കാരണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിഥിയം ബാറ്ററി ഒറ്റയടിക്ക് തീർന്നു കിട്ടും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലെവലിൽ ഫ്ലോ ഉണ്ടാവുകയും അതിന് CCCV എന്ന് പറയും, കോൺസ്റ്റന്റ് വോൾട്ടേജ് കോൺസ്റ്റന്റ് കറണ്ട് ആയിട്ട് മാത്രമേ ലിഥിയം ബാറ്ററീസ് നമ്മൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഈ ലിഥിയം ബാറ്ററീസ് അങ്ങനെ ചാർജ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫ് പെട്ടെന്ന് തീർന്നു കിട്ടും. ഇതിന്റെ ഡെൻഡ്രൈറ്റ്സിന് ബ്രേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ലൈഫ് നമ്മൾ 20 years പറയുന്നത് വെറും 2 yearsലായിട്ട് ചുരുങ്ങി പോകും. സോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതിന്റെ നോമിനൽ വോൾട്ടേജ് നമ്മുടെ ഇൻവെർട്ടറിന്റെ എത്രയാണോ ആ വോൾട്ടേജിലേക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പൊ 24 വോൾട്ട് 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട്, 24 ആണെങ്കിൽ 24, 48 ആണെങ്കിൽ 72 ആണെങ്കിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദർ ഈസ് നത്തിങ് ടു വറി. ബട്ട് ചെറിയൊരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ബൾക്ക് വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്ക് സാധാരണ നമുക്കറിയാം, നമ്മളിപ്പോ പിന്നെ എന്താ പറയാ, സാധാരണ ബാറ്ററികൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ ലെവലിൽ ഇങ്ങനെ കയറി വരുള്ളൂ. അതേ ലെവലിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. വേറെ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒരു മിസ്റ്റർ റെഡ്മി 9 ആള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചോദിച്ചിട്ടില്ല. സാറേ ചോദിക്കാമോ? പ്ലീസ്. ഈ DC ദാറ്റ് മീൻസ് നമ്മുടെ വണ്ടികളുടെ കാറുകൾ ഓട്ടോ അവർക്കറിയാം DC ഫാസ്റ്റ് ചാർജിങ് ഡേഞ്ചർ ആണെന്നുള്ള ബാറ്ററിക്ക്, അല്ലേ? അതെ. അത് കമ്പനി തന്നെ പറയുന്നുണ്ട്, ഒരു തവണ ചാർജ് ചെയ്താൽ എന്താ കണ്ടിന്യൂസ് എത്ര തവണ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം ദോഷമാണ് വണ്ടിക്ക്, ബാറ്ററി പാക്കിന് എത്രമാത്രം ദോഷമാണ് അത് DC ഫാസ്റ്റ് ചാർജിങ്? അത് DC ഫാസ്റ്റ് ചാർജിങ് ദോഷമാകുന്നത് എപ്പോഴും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ പിന്നെ എന്താ പറയാ 10 പേർക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴിയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് കുറച്ചാളെ കുത്തി ഞെരുക്കിയിട്ടാണെങ്കിൽ എന്താ പറയാ, ഒരു 20 പേരെയോ 50 പേരെയോ ആ വഴി കൂടെ കടത്തി വിടാൻ പറ്റും, അല്ലെ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഈ പോകുന്ന വഴിയെ അതെന്ത് ചെയ്യും? ആൾക്കാര് തള്ളിയും പിന്നെ എന്താ പറയാ ഞെരുങ്ങിയൊക്കെ വഴി കേടാവും. അതുപോലെ തന്നെ ആൾക്കാർക്കും നാശം ഉണ്ടാവും. അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും കൂടി ഒരിടത്തേക്ക് വന്ന് ഇറങ്ങുന്നതിൻ്റെതായ ബുദ്ധിമുട്ട് ആ പ്രദേശത്തും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനെ സെല്ലിനകത്തേക്ക് എടുക്കുക. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് അല്ലെങ്കിൽ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജ് ഡിസ്ചാർജ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ മെംബ്രെയിന്, ഈ പറയുന്ന ഈ സെപ്പറേറ്ററിന് താങ്ങാൻ ആവുന്നതിനും അപ്പുറം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ പോസ് ഉണ്ടാവും, അതായത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുവഴി ഡിസ്ചാർജ് പതിയെ നടന്നുകൊണ്ടിരിക്കും, അതായത് സെൽഫ് ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹൈ പവറിൽ, അതായത് ഫാസ്റ്റ് ചാർജ്, അതായത് DC ചാർജ് എന്ന് പറയുന്ന ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് ഹൈ കറണ്ട് ചാർജിങ്ങാണ് നടക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ സാധാരണ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഫാസ്റ്റ് ചാർജിങ് ആക്കുന്നത്. പക്ഷെ നമ്മുടെ വീടുകളിൽ 32 ആംപിയറിന്റെ അല്ലെങ്കിൽ 16 ആംപിയറിന്റെ ചാർജർ ഉപയോഗിക്കുന്ന സമയത്ത്
നമ്മൾ ഫാസ്റ്റ് ചാർജറിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ 50 ആംബിയറിന്റെയും 100 ആംബിയറിന്റെയും ചാർജറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹൈ കറണ്ട് വരുമ്പോൾ ഈ ഹെവി കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഗതിയിലാണെങ്കിലും അറിയും, ഏത് സാധനം ചൂടായി കഴിഞ്ഞാലും തെർമൽ റണ്ണവേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ടാവും. അതായത് ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കേടാകാനുള്ള പ്രോപ്പർട്ടിയുടെ പേരാണ് തെർമൽ റണ്ണവേ. ഇത് സെല്ലിനകത്തും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ 2000 സൈക്കിളുള്ള പിന്നെ സെല്ലുകളാണ് നമ്മളിപ്പോ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിലൊക്കെ സപ്ലൈ ചെയ്തിട്ടുള്ളത്, ലിഥിയം ഫെറോഫോസ്ഫേറ്റ്. പക്ഷെ അതൊക്കെയും 1000-നും താഴെ ഒരു 800 സൈക്കിളിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഒരു ഓട്ടോറിക്ഷ, മേജർ കമ്പനിയുടെ ഒരു ഓട്ടോറിക്ഷ ഞങ്ങൾ പിന്നെ റിപ്പയർ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വന്നു. റിപ്പയർ മീൻസ് ഞങ്ങളുടെ R&Dയുടെ ഭാഗമായിട്ട് ഒരു ഓട്ടോറിക്ഷ സെക്കൻഡ് ഹാൻഡ് വാങ്ങി അത് പൊളിച്ചു നോക്കിയിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ കാണാൻ പറ്റിയ ഒരു അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. ഒന്ന്, ഉപയോഗിച്ചേക്കുന്ന സെല്ലുകൾ മുഴുവനും ഗ്രേഡ് ബി ആണ്, പല കാരണങ്ങൾ കൊണ്ട്. ചിലതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെയധികം ഹൈ ആണ്, പിന്നെ ചിലതിനൊന്നും കപ്പാസിറ്റി ഇല്ല, പിന്നെ ചില സെല്ലുകൾ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചില സെല്ലുകൾ പിന്നെ ഫുൾ ആകുന്നുണ്ട്, ചിലത് പിന്നെ അപ്പോഴും ഹാഫിലേ നിൽക്കുന്നുള്ളൂ, ചിലതൊക്കെ നന്നായിട്ട് സ്വെൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാരണങ്ങൾ കൊണ്ട് അത് പിന്നെ അത്രയും യൂസബിൾ ഒരു കണ്ടീഷനിലായിരുന്നില്ല. പിന്നെ അതിന്റെ കൺട്രോളേഴ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നതൊക്കെ വളരെ മോശമാണ്, ഡ്രൈവ് ട്രെയിൻ വളരെ മോശമായിരുന്നു. അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മളെ ഇന്നത്തെ ഇവിടെ ഉള്ള ഓട്ടോ മാനുഫാക്ചേഴ്സ് ശ്രദ്ധിക്കാതെ വിടുന്നുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ അഡ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇവരിതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ നിരത്തുകൾ മുഴുവനും ഇലക്ട്രിക് ഓട്ടോറിക്ഷ പോകും. ഈ പറയുന്ന ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം അല്ലാതായി മാറും. ഫാസ്റ്റ് ചാർജിങ്ങിനകത്ത് മിക്കവാറും ഇവിടെയുള്ള ഓട്ടോറിക്ഷകൾ മുഴുവനും കേടാവാനുള്ള കാരണം ഈ സെല്ലുകളൊന്നും ടോട്ടലി ഗ്രേഡഡ് അല്ല, സോർട്ടഡ് അല്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് പറയാം. അല്ലാതെ DC ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് മാത്രമല്ല. DC ഫാസ്റ്റ് ചാർജിങ് ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ കാറുകൾ ചെയ്യുന്നുണ്ട്. ആ കാറുകളൊന്നും തന്നെ ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറയൂ. ഒരു ചോദ്യം, നമുക്ക് ഈ വണ്ടികളുടെ ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി ബാറ്ററീസ് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുക? നമുക്ക് അറിയാൻ വല്ല സാധ്യതയുണ്ടോ? യൂസ് ചെയ്തിട്ടുള്ള ഒരു കാരണവശാലും സാധാരണഗതിയിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അത് അറിയണമെങ്കിൽ അതിന്റെ ഗ്രേഡിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ടാവും. അതായത് വോൾട്ടേജിന്റെയും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റുകൾ വേണ്ടി വരും. സൈക്കിൾ ടെസ്റ്റ്, ഗ്രേഡിംഗ് തന്നെ നമുക്കിപ്പോ IR വേരിയേഷൻ വരുന്നത്, പിന്നെ അതുപോലെ വോൾട്ടേജ് വേരിയേഷൻ വരുന്നത്, പിന്നെ അതുപോലെ സൈക്കിൾ ലൈഫിലുള്ള ടെസ്റ്റിംഗ്. ഇങ്ങനെ ഈ മിനിമം 3-4 ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ഓരോ സെല്ലുകളെയും നമുക്ക് ഗ്രേഡ് ചെയ്യാൻ, അതായത് ഗ്രേഡ് ചെയ്യാണെന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മാനുഫാക്ചർ തന്നെ ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ. ആ പ്രോസസ്സിൽ സക്സസ് ആവുന്ന സെല്ലുകൾ മാത്രമാണ് നമുക്ക് ശരിക്കും മാനുഫാക്ചറിങ് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ എൻ്റെ അനുഭവം, എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സെല്ലുകളിൽ അറൗണ്ട് 1% വരെ ഗ്രേഡ് ബി സെല്ലുകൾ വരാറുണ്ട്. 1%. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്ര കഴിഞ്ഞ 4 വർഷമായിട്ട് രണ്ടാമതൊരു സെക്കൻഡ് സോർട്ടിങ് കൂടി ഞങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്, ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റിങ്ങിന് ശേഷമാണ് സെല്ലുകൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം ഈ പറയുന്ന 1% താഴെയുള്ള സെല്ലുകൾ മാത്രം മതി ടോട്ടൽ ഇൻഡസ്ട്രി മുഴുവൻ നശിപ്പിക്കാൻ. സോ അത്രയും സെല്ലുകൾ മാറ്റി വെക്കുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അത് ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്ന പല കമ്പനികളും കേരളത്തിൽ ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ, ഒരു ക്ലബ് ഹൗസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതൊന്ന് ചോദിച്ചോട്ടെ പ്ലീസ്. ഇലക്ട്രിക് കാറുകൾ നമ്മുടെ വീട്ടുകളില് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഹലോ കേൾക്കാം, പറഞ്ഞു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും സാർ. നമുക്ക് ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രത്യേകത ഇപ്പൊ ടാറ്റ നെക്സോൺ ഒക്കെ 3 to 5 കിലോവാട്ട് വരെയാണ് നമുക്ക് ചാർജിങ് കറണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്
ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിലൊരു പവർ ബാങ്ക്, അതായത് ഒരു ബാറ്ററി ബാങ്ക് കൂടി നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അഭികാമ്യം. അല്ലായെങ്കിൽ ഇത്രയും ഹെവി ഡിസ്ചാർജ് നമ്മുടെ പാനലിൽ നിന്ന് കൊടുക്കേണ്ടി വന്നാൽ MPPT ഒക്കെ പെട്ടെന്ന് ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ലോഡ് ക്യാരി ചെയ്യാനുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഒരു എന്താ പറയാ ഒരു മെറ്റീരിയൽ നമ്മൾ അവിടെ കൊടുക്കണം. അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബാറ്ററി തന്നെയാണ്. അപ്പോൾ ആദ്യം പാനലിൽ നിന്ന് ബാറ്ററിയിലേക്ക് മാറ്റുക, ബാറ്ററിയിൽ നിന്ന് ഇതിലേക്ക് മാറ്റുക. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡേ ടൈമിൽ ചാർജ് ചെയ്ത്, അതായത് സോളാർ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് ഒരു 50% എബോവ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ 60% ഉള്ള സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നെക്സോണോ ഏത് വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ ഒരു തെറ്റുമില്ല. അതിലൊരു പോയിന്റ് വിട്ടുപോയി സാർ, അതായത് ഡയറക്റ്റ് DC ചാർജിങ് പറ്റുമോ എന്നുള്ളതാണ്. DC ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DC ചാർജിങ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KSEB ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന DC ചാർജിങ് തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈ കറണ്ട് DC, ഹൈ വോൾട്ടേജ് DC അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ഒരുപാട് കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൂടി പ്രോട്ടോകോൾ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഈ പിന്നെ എന്താ പറയാ നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിക് കാറിന്റെ പിന്നെ എത്ര വോൾട്ടിലാണ് അതിന്റെ പിന്നെ ചാർജിങ് നടക്കുന്നതെന്ന് ആദ്യം അറിയുക. ആ വോൾട്ടേജിൽ ഇതിവിടെ നിന്ന് സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടാവുക മറ്റുമൊക്കെയാണ്. അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗതിയിൽ ബാറ്ററി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്ട്രീംലി കോസ്റ്റ്ലി. കാരണം 300-400 വോൾട്ടിന്റെ ബാറ്ററി ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. രണ്ടാമത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിൽ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത്രയും ഹൈ പവർ MPPT ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഒരു DC ഇപ്പൊ ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാനൽ എന്ന് പറയുന്ന ഒരു 5 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. ഇപ്പൊ 10 കിലോവാട്ടിന്റെ പാനൽ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ 25 പിന്നെ അല്ലെങ്കിൽ 35 പിന്നെ കിലോവാട്ടിന്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അബദ്ധമാണ്. പാനലുകളൊക്കെ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. കണ്ണൻ സാറേ, നമുക്കിപ്പോ ക്ലബ് ഹൗസിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ സാർ. അത് ചോദ്യങ്ങൾ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ നോളജും കൂടി ഇവിടെ ഷെയർ ചെയ്യാൻ പിന്നെ നിങ്ങൾ തയ്യാറാവണം. ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഒരു ബോറിംഗ് ആയിപ്പോകും. ഇതിലുള്ളവർ കൂടുതൽ പേരും സോളാർ മേഖലയിലുള്ളവരാണ് കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ ഒരു ക്ലബ് ഹൗസിൽ ഒരു 150 പേരോളം അത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോ സോളാറുമായി ബന്ധപ്പെട്ട് എനിക്ക് 2-3 സംഗതികൾ കൂടി കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞേക്കും. ഒന്ന്, നമുക്കിപ്പോ കേരളത്തിലെ സോളാറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അടുത്ത ഉടനെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് കൂടാൻ പോവുകയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ KSEB പുതിയ പ്ലാനുകളും മറ്റുമൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പിന്നെ മാർഗനിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് സോളാറിലേക്ക് മാറുക എന്നുള്ളതാണ്. അതിൽ ഒരുപക്ഷെ നമുക്ക് ഓൺ ഗ്രിഡ് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് പോകാൻ പറ്റും. ഓൺ ഗ്രിഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്താ പറയാ പിന്നെ നമ്മുടെ ഗ്രിഡിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കണ്ടീഷനിൽ, അതായത് ഇപ്പോ എനർജി നമ്മുടെ ഗ്രിഡിൽ ഫെയിൽ ആവുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരു ബാക്കപ്പ് സിസ്റ്റം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മേജർ ഡ്രോബാക്ക്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ലോങ് ലൈഫുള്ള ലിഥിയം ബാറ്ററീസ് മറ്റുമൊക്കെ നമുക്ക് തിരിയേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പുതിയ ഇൻവെർട്ടേഴ്സ് വരുന്നുണ്ട്, ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ഒക്കെ. അപ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര % വരെ നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ബാക്കി മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എക്സസ് പ്രൊഡക്ഷൻ മാത്രം നമ്മൾ KSEBക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രിഡിന് സപ്ലൈ ചെയ്താൽ മതി. അതുവഴി നമുക്ക് നമ്മുടെ അഡീഷണൽ ഇൻകവും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ പിന്നെ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ. അങ്ങനെ ഒരു ബെനിഫിറ്റ് അവിടെ വരുന്നുണ്ട്. ഇനി അതിൽ ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലിഥിയം ഫെറോഫോസ്ഫേറ്റ്. അത് അറ്റ്ലീസ്റ്റ് 15 to 20 ഇയേഴ്സ് നമുക്ക് എന്തായിരുന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെമിസ്ട്രിയാണ്.
പിന്നെ നമ്മുടെ അതിന്റെ കപ്പാസിറ്റി മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഒരു 5 years to 10 years, അതായത് 3500 സൈക്കിൾസ്. ഓൾമോസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 years അപ് ടു 80% കപ്പാസിറ്റി റിമൈനിങ് ഉണ്ടാവും. അതായത് 100 AHന്റെ പാക്കാണ് നമ്മളിപ്പോൾ വെക്കുന്നതെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 80 AHന്റെ പാക്ക് അവിടെ ഉണ്ടാവും. അത്രയും ലോങ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ളതാണ് നമ്മുടെ ലിഥിയം ബാറ്ററീസ്. പിന്നെ അതിന്റെ അപ്ഫ്രണ്ട് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, ശരിയാണ്. പക്ഷെ അത് റിക്കവറി ചെയ്യാനുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇപ്പോഴുള്ള ഒരു പുതിയൊരു KSEBയുടെയും മറ്റുമൊക്കെ പുതിയൊരു സംഗതി വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ പീക്ക് ടൈമിൽ എനർജി യൂസേജ് വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ ഗ്രിഡിന് നമുക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ലോഡ് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഊർജ്ജം ഇത്രയും മറ്റു വഴിയൊക്കെ നമുക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക സോളാർ പ്രൊമോഷനൊക്കെ ഗവൺമെന്റ് നടത്തുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത് നടക്കുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിക്ക് കൂടുതൽ കാശ് തന്നു വരാൻ, ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കാശ് തന്ന് വാങ്ങാൻ കഴിയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഗവൺമെന്റ് പോകും. അതും എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഡേ ടൈമിലല്ല, പീക്ക് ടൈം ആയിട്ടുള്ള ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ. ഈ നൈറ്റ് ടൈമിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അന്ന് എനർജി സ്റ്റോറേജിനുള്ള എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി നമുക്ക് ഗ്രിഡിന് സപ്ലൈ ചെയ്തിട്ട് ഓവർ കോസ്റ്റ്, നമ്മൾ ഈ പറയുന്ന അപ്ഫ്രണ്ട് കോസ്റ്റ് മുഴുവനും നമുക്ക് എന്താ പറയാ ഒരു ലാഭകരമായ രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സോ ഇതൊരു നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് പിന്നെ എനർജി സ്റ്റോറേജ് സംഗതികളെ കുറിച്ച് ഇപ്പോൾ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും അതുപോലെ തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സമയമാണ്. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലിഥിയത്തിന്റെയൊക്കെ കോസ്റ്റ് ഇനി കൂടി വരികയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഇതുപോലൊരു റിക്കവറി ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഫ്രം ഏപ്രിൽ ഓൺവേർഡ്സ് നമുക്ക് പുതിയ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ വരുന്നുണ്ട്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി സോളാറിന് 45%, പിന്നെ അതുപോലെ തന്നെ ലിഥിയം ബാറ്ററികൾക്ക് 20% വരുന്നുണ്ട്. സോ അന്ന് മുതൽ ഇനിയും കോസ്റ്റ് കൂടുകയാണ്. അപ്പോ എല്ലാം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാശ് ലാഭിക്കാനും ഒരുപാട് ഹെഡ് ഏക്സ് കുറയ്ക്കാനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ സാർ. യെസ് സാർ. പിന്നെ ലിഥിയം ബാറ്ററി 100 AHന്റെ അത് ലെഡ് ആസിഡ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഈക്വലോ? ഓക്കെ, എങ്ങനെയാണ് അതിന്റെ കപ്പാസിറ്റി ആണോ ചോദിക്കുന്നത്? അതെ, ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഈക്വൽ ആയിട്ടുള്ള ലിഥിയം ബാറ്ററി എത്ര ആകും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അത് എങ്ങനെയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ടോട്ടൽ എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. AH വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 100 AH എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഓരോ കപ്പാസിറ്റി കുറയുന്നതിനനുസരിച്ച് വോൾട്ടേജ് കുറയുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ എനർജി വളരെ കുറവായിരിക്കും. ഓക്കെ, അതായത് 1280 എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന വോൾട്ടേജ്, പക്ഷെ നമുക്ക് കിട്ടുന്ന 1000 വാട്ട്സിനും താഴെയാണ്. അതായത് അറൌണ്ട് 60% ഓഫ് എനർജി മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എനർജി ആയിട്ട് ലെഡ് ആസിഡിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ആസിഡിന്റെ 60 AH തന്നെ നമ്മൾ മറ്റേതിന്റെ ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 80 AH ആണ് നമ്മുടെ ലെഡ് ആസിഡിന്റെ ഈക്വലന്റ് ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട് 80 AH, 24 ആണെങ്കിൽ അതുപോലെ അങ്ങനെ ഓരോ സംഗതികൾ. ഇപ്പോൾ 200 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 160 AH വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മതിയാവും. 150 ആണെങ്കിൽ അറൗണ്ട് 120ക്ക് അടുത്ത് വേണ്ടി വരും. പക്ഷെ 100 AH മതിയാവും. 150 AHന്റെ 12 വോൾട്ടിന്റെ നമ്മുടെ ബാറ്ററിക്ക് പകരം 100 AHന്റെ ബാറ്ററി തന്നെ ധാരാളം. സർ അത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാമോ? ഓക്കെ, അതായത് നമുക്ക് ലെഡ് ആസിഡിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി, നമ്മൾ ലെഡ് ആസിഡിൽ ഇപ്പോൾ 1000 വാട്ട്സ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടുക 1000 ഉണ്ടാവില്ല, 600 വാട്ട്സ് മാത്രമേ ഉണ്ടാവൂ. അതാണ് അതിന്റെ എഫിഷ്യൻസി കർവ് നമ്മൾ പറയുന്നത്. അതായത് എഫക്റ്റീവ് യൂസബിൾ എനർജി എന്ന് പറയുന്നത് 60% ആണ് ഏതിന്റെ, ഈ ലെഡ് ആസിഡിന്റെ. മനസ്സിലായോ ഇപ്പോ? ഓക്കെ ഓക്കെ. അതേ സമയത്ത് ലിഥിയം ബാറ്ററികളുടേത് നമ്മളിപ്പോ ലിഥിയം അയൺ കെമിസ്ട്രീസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ NMC, LCO അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 94% ആണ്. അപ്പോൾ അതായത്
നമ്മളിപ്പോൾ 1000 വാട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ 940 വാട്ട്സ് നമുക്ക് തിരിച്ചെടുക്കാം. ലിഥിയം ഫെറോഫോസ്ഫേറ്റും ലിഥിയം ടൈറ്റനേറ്റും ഒക്കെ ആണെങ്കിൽ 99 മുതൽ 100% നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1000 കൊടുത്തു കഴിഞ്ഞാൽ 1000 നമുക്ക് തിരിച്ചു കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ 1280 വാട്ട്സ് ആണ് നമ്മൾ പറയുന്ന 100 ആംപിയറിന്റെ 12 വോൾട്ട് സിസ്റ്റം നമ്മൾ പറയുന്നത്. 1280 വാട്ട്സ് നമുക്ക് കിട്ടണമെന്നാണ്. അപ്പൊ അത്രയും അതിന് ഈക്വലന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ലെഡ് ആസിഡിന്റെ 60% അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് 60 AH ലിഥിയം ബാറ്ററി കൊടുത്താൽ മതിയാവും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലോഡ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിൽ ഇപ്പൊ 150യുടെ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നമ്മൾ 150ക്കും പകരം നമ്മൾ 100 AH ഒരു ലിഥിയം ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോഡ് എടുക്കോ ഇല്ലയോ? തീർച്ചയായിട്ടും അത്രയും ലോഡ് തന്നെ എടുക്കും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററികളൊക്കെ C20, C10 എന്നുള്ളതൊക്കെ നമ്മൾ കാണാറുള്ളൂ. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന C10 ബാറ്ററീസ് അല്ലേ. അതായത് ടോട്ടൽ കപ്പാസിറ്റി 100 AH ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 20 ആണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് റെക്കമെൻഡഡ് ഡിസ്ചാർജ് റേറ്റ്. മനസ്സിലായോ? ഓക്കെ. അതേ സമയത്ത് നമ്മുടെ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് ഏറ്റവും സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഒരു A ഗ്രേഡ് ബാറ്ററി ആണെങ്കിൽ നമുക്ക് 3C വരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. 1C ആണ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. അതായത് 100 AH ആണെങ്കിൽ 100 ആംപിയർ ആയിട്ട് കണ്ടിന്യൂസ് നമുക്ക് ഡ്രോ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് കുറച്ച് അധികം യൂസ് ചെയ്യണമെങ്കിൽ സേഫ് ആയിട്ട് 3 ഇരട്ടി വരെ, അതായത് 300 ആംപിയർ വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് അതിൽ ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. 300 ആംപിയർ കൊണ്ടുപോകാൻ മാത്രമുള്ള കോപ്പർ നമ്മൾ അവിടെ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. അപ്പൊ അതിന്റെ കോസ്റ്റ് എത്ര, അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഒന്ന് പറയാമോ? അപ്രോക്സിമേറ്റ് നമുക്കിപ്പോ 25 രൂപയൊക്കെ നമുക്ക് 12 വോൾട്ട് 100 AH ഇപ്പൊ വരുന്നുണ്ട്. ഗ്രേഡ് എക്ക് 25 ആ ഒരു റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. അപ്പോ അതിന്റെ കാരണം ഇത് തന്നെയാണ്, മെയിൻ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് തന്നെയാണ്. അല്ല 25 എന്ന് വെച്ചാൽ എത്രയാണ്? 25 25,000 പെർ AH-നോ? അല്ലല്ല, 25,000 12 വോൾട്ട് 100 AH ഒരു കോസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. 100 AH. ഓക്കെ. ലിഥിയം? അതെ, ലിഥിയം. ഓക്കെ. അതിന്റെ എ ക്ലാസ് ബാറ്ററി സെല്ല് എവിടുന്ന കിട്ടുന്നത്, എവിടെ നമുക്ക് അറിയാൻ പറ്റുമോ? അത് എ ക്ലാസ് അത് അതിപ്പോ നമുക്കിപ്പോ എന്താ പറയാ, ഞാൻ സെൽഫ് പ്രൊമോഷൻ നടത്തുന്നതായി പോവില്ലേ? അല്ല, അങ്ങനെ ഗ്രേഡ് എ ക്ലാസ് വേണം. അതെ, അത് ഗ്രേഡ് എ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ഇപ്പോ ഇമ്പോർട്ട് ചെയ്തിട്ട് എലക്ട്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെഷീനറീസ് ഉണ്ട്. അപ്പോ ഞങ്ങൾ ചെയ്യുന്നത്, പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു കൺസോർട്ടിയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ബേസ് ചെയ്ത്. അതായത് ഒരു ഇന്ത്യയിലെ 6 മാനുഫാക്ചേഴ്സ്, ലിഥിയം മാനുഫാക്ചേഴ്സ് ചേർന്നിട്ട് ഞങ്ങളുടെ എന്താ പറയാ കോമൺ ഇൻവെസ്റ്റ്മെന്റിൽ വന്നേക്കുന്ന ഒരു കൺസോർട്ടിയം ഉണ്ട്. അവിടെ ഞങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ചെന്നൈയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, പിന്നെ ഗുജറാത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന 3 പേരുണ്ട്, കൽക്കട്ട ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇത്രയും പേരും ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, ഞങ്ങൾ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഗ്രേഡുകൾ മുഴുവനും സെറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ റേറ്റിൽ ഒരു 1% ബാറ്ററി, ഇപ്പോൾ 100 ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ 1 ബാറ്ററിയോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗ്രേഡ് ബി, അത് ചിലപ്പോൾ കപ്പാസിറ്റിയിൽ ചെറിയ വേരിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ IR നമ്മൾ ഇന്റേണൽ ഇംപെഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതായത് 6 മില്ലി ഓംസ് മുതൽ 8 മില്ലി ഓംസ് വരെ. ആ റേഞ്ചിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് ഗ്രേഡ് ബി ആയിട്ട് മാറ്റും. ഇങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു സെല്ലൊക്കെ ഞങ്ങൾക്ക് 100 എണ്ണത്തിൽ 1 വീതം ഞങ്ങൾക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്. ചില സമയത്ത് 1000-1 ആയിരിക്കാം, അതൊക്കെ ചില ഭാഗങ്ങളിൽ. പക്ഷെ ആവറേജ് ഞങ്ങൾ ഇപ്പൊ പറയുന്ന 1% വരെ ഞങ്ങൾക്ക് ഇത് വരുന്നുണ്ട്, ഡാമേജ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയും തറോ ആയിട്ടുള്ള ചെക്കിംഗ് നടന്നില്ല എങ്കിൽ വി കനോട്ട് ഗ്യാരണ്ടി എനിത്തിങ്. ഈ ലിഥിയം സെല്ലുകൾ നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ അത് അസംബിൾ ചെയ്ത് യൂണിറ്റുകളാക്കി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യുന്നുണ്ടല്ലോ. എലക്ട്ര കഴിഞ്ഞ 5 വർഷമായിട്ട് ലിഥിയം അസംബ്ലി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
ഞങ്ങൾക്കിപ്പോ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഫ്രാഞ്ചൈസീസ് ആയിട്ടും അലൈസ് ആയിട്ടും ഏജൻസീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സപ്ലൈ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലും ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് റേസിംഗ് പോലുള്ള ആപ്ലിക്കേഷൻസ് പല കോമ്പറ്റീഷൻസ് വരുമ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്ത് പല സ്റ്റേറ്റുകളിലേക്കും ഞങ്ങളിപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹലോ ജോർജ് സർ, എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ചെല്ലില് ഗ്രേഡ് B1 വിട്ടാല് മൊത്തം ബാറ്ററിക്ക് അത് കംപ്ലൈന്റ് ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ബാധിക്കുന്നുണ്ട്. അതായത് അത് ഷോർട്ട് റണ്ണിലല്ല, ലോങ് റണ്ണിലാണ് ഉണ്ടാവുക. അതായത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു സെല്ലിന് പിന്നെ അതിന് ഈക്വലന്റ് ആയിട്ട് പവർ ഡെലിവറി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റെല്ലാ സെല്ലുകളും എന്ത് ചെയ്യും, ഹെവി ആയിട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. 2 സെനാരിയോസ് ഞാൻ പറയാം. ഓക്കെ, ഒരു ചെറിയൊരു ഉദാഹരണമായിട്ട്. ഒന്ന്, ഒരു സെല്ലിന്റെ കപ്പാസിറ്റി കുറവാണ്. ഇപ്പൊ 100 AHല് ഒരു സെല്ല് മാത്രം 60 AH അല്ലെ 80 AH കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ അത് ഗ്രേഡ് B ആണല്ലോ. അപ്പോ ഈ സാധനം എല്ലാം നമ്മളിപ്പോ ടോപ്പായിട്ട് ചെയ്തു. ഇത് ആദ്യം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൽ 80 പോയി കഴിയുമ്പോൾ ബാക്കി എല്ലാത്തിനെയും എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിക്കാതെ കട്ട് ഓഫ് ചെയ്യും. ഇനി രണ്ടാമത് ഇതിനെ ചാർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് പെട്ടെന്ന് ചാർജ് ചെയ്യും. മറ്റ് സെല്ലുകൾ ചാർജ് ചിലപ്പോൾ 60 80 ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? അവിടെ വീണ്ടും ഒരു ഇംബാലൻസ് ഉണ്ടായി. വീണ്ടും അത് ഡിസ്ചാർജ്, ഈ സൈക്കിൾ ഒരു 10 50 തവണ ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റ് സെല്ലുകളുടെയൊക്കെയും കപ്പാസിറ്റി കുറവാകുകയും ഇത് മാത്രം ചാർജ് ആവുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റി കുറഞ്ഞ സെല്ലുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹെവി കറണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു B ഗ്രേഡ് സെല്ല് കാരണം മറ്റ് A ഗ്രേഡ് സെല്ലുകളും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു സെനാരിയോ. ഇനി രണ്ടാമത്തെ സെനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇന്റർണൽ റെസിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ലെവലിനേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സെല്ല് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിമുഖത കാണിക്കും. അപ്പോൾ ഇത് ചാർജ് ചെയ്യാതിരിക്കുമ്പോൾ മറ്റെല്ലാം പെട്ടെന്ന് മുകളിലാവുകയും ഈ ഒരു ഒന്നിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യും? BMS ഇതിനെ കൂടുതൽ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റതിലൊക്കെ ഓവർ വോൾട്ടേജ് വരാനുള്ള ചാൻസ് ഇപ്പോൾ 3.65 മുകളിലും 3.7ഉം 3.75 ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഡിപ്ലീഷൻ ലെയർ, ഈ സെപ്പറേറ്റർ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടി വരും. അപ്പൊ ഈ രണ്ട് സെനാരിയോസ് ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് സെനാരിയോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ട് ഗ്രേഡ് B ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. BMS ബാറ്ററി ചെല്ലിന്റെ ഉള്ളിലായിരിക്കും അല്ലേ? അല്ല, BMS എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ആണ്. അതായത് എല്ലാ സെല്ലുകളെയും തീർച്ചയായിട്ടും പാക്കേജിനുള്ളിലായിരിക്കും. പക്ഷെ BMSലും നമ്മളിപ്പോ അറിയാമല്ലോ, ഒരു സംഗതിക്ക് എപ്പോഴും ഒരു ടോളറൻസ് റേഷ്യോ ഉണ്ടാവും. ഇപ്പൊ 3.65 കട്ട് ഓഫ് റേറ്റ് വെക്കുകയാണെങ്കിലും 3.65 കൃത്യമായിട്ട് ഇത് കട്ട് ഓഫ് ആകണമെന്നില്ല. മിക്കവാറും ഇത് കട്ട് ഓഫ് ആകുന്നത് 3.7 7.2 7.5 ആയിരിക്കും. അപ്പൊ അത്രയും ടെൻഷൻ ഓരോ സെല്ലിലും കൂടുതലുണ്ടാവും. അതുപോലെ നമ്മളിപ്പോ ലോവർ കട്ട് ഓഫ് വെച്ചേക്കുന്നത് ഇപ്പോ ഒരു സെല്ലിന് 2.5 വിചാരിക്കുക. പക്ഷെ 2.5 തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ അത് 2.2 താഴാം. ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ റെസിസ്റ്റൻസിലുള്ള വേരിയേഷനും മറ്റു സംഗതികളും ഒക്കെ മറ്റ് തരത്തിലുള്ള സ്ട്രെസ്സുകൾ ബാറ്ററിയിൽ ഇന്റേണലി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരൊറ്റ B ഗ്രേഡ് സെല്ല് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഒരു ഇൻസ്റ്റലേഷനിൽ ഒരു ബോൾട്ട് ലൂസ് ആയിരുന്നു. സിംപ്ലി ഒരു സെല്ലിന്റെ പുറത്ത് ഉണ്ടായിരുന്ന കണ്ടക്ടറിന്റെ പുറത്തുള്ള ഒരു ബോൾട്ട് ലൂസ് ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ ടൈമിൽ സംഭവിച്ചതാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ സംഭവിച്ചതാവാൻ ചാൻസ് ഉണ്ട്. ഏതായിരുന്നാലും കസ്റ്റമർ സൈറ്റിൽ വെച്ച് സംഭവിച്ചതല്ല. കാരണം അവിടെ പിന്നെ സ്റ്റേഷനറി ഇൻസ്റ്റലേഷന് ശേഷം ടീം പോയതിന് ഏകദേശം 1-2 മാസങ്ങൾക്ക് ശേഷമാണ് കസ്റ്റമർ നോട്ടീസ് ചെയ്യുന്നത് കപ്പാസിറ്റി കൃത്യമായിട്ട് കിട്ടുന്നില്ല. അത് ഇൻഫോം ചെയ്ത ഉടനെ തന്നെ ഞങ്ങളുടെ സർവീസ് ടീം അവിടെ പോയപ്പോൾ ഈ ഒരു സെല്ലിന് മാത്രമാണ് വോൾട്ടേജ് വേരിയേഷൻ കാണിക്കുന്നത്. അപ്പൊ തന്നെ അത് എടുത്ത് നോക്കിയപ്പോൾ വോൾട്ട് ലൂസ് ആയിരുന്നു, ടൈറ്റ് ചെയ്തു. പക്ഷെ ടൈറ്റ് ചെയ്തപ്പോഴേക്കും തന്നെ ഇവിടെ ഈ ചെറിയ സ്പാർക്കുകൾ പിന്നെ ഉണ്ടാകുന്നത് കാരണമായിട്ട് ഈ സെല്ലിന്റെ കപ്പാസിറ്റി വളരെയധികം കുറഞ്ഞിരുന്നു.
ഏകദേശം നമ്മുടെ 100 AHന്റെ അത് 80 AHന്റെ സെല്ലായിരുന്നു എന്റെ ഓർമ്മ. അതിൽ നിന്ന് അത് ഏകദേശം 50 AHലേക്ക് താഴ്ന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ, കംപ്ലീറ്റ് പിന്നെ ഒന്നേന്ന് തന്നെ അസംബിൾ ചെയ്ത് എടുക്കേണ്ടി ഒരു ആവശ്യം വന്നു. കാരണം ഓരോ സെല്ലുകളും നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്ത് പിന്നീട് അതിന് ഈക്വൽ ആയിട്ടുള്ള സെല്ലുകൾ മാത്രമായിട്ട് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് മതി നമുക്ക് ഇതിനകത്ത് വലിയൊരു ഹെഡേക്ക് വരാൻ. നമ്മളിപ്പോ ആ കസ്റ്റമർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പാക്ക് കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ ഇതിന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അസംബ്ലി യൂണിറ്റിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്നേന്ന് പൊളിച്ചിട്ട് ചെയ്യുക ചെയ്തു. അപ്പോൾ നഷ്ടം വളരെ വലുതായിരുന്നു. ഞാൻ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് മതി. ഗ്രേഡ് ബി ആകണമെന്ന് തന്നെ ഇല്ല, എല്ലാം എ ഗ്രേഡ് സെല്ലായിട്ട് പോകും. സർ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകളിൽ ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധാരണ ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടർ, അവിടെ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി റീപ്ലേസ് ചെയ്യാമോ? അതായത് BMS എല്ലാ ലിഥിയം അയൺ ബാറ്ററിയുടെ ഒപ്പം ബിൽറ്റ് ഇൻ ആണോ? തീർച്ചയായിട്ടും ആണ്. എല്ലാ ബാറ്ററിയുടെയും ഉള്ളിൽ നമ്മളൊരു BMS കൂടി ഉണ്ടാവും. BMSഉം മിക്കവാറും ഒരു ബാലൻസർ, ഇപ്പോൾ നല്ല മാനുഫാക്ചറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാലൻസ് സർക്യൂട്ട് കൂടി ഉണ്ടാവും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ബാലൻസ് പോകാതെ ഇതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. സോ ബെനിഫിറ്റ് ലോങ് ലൈഫ് കിട്ടും. പിന്നെ ഈ ബാറ്ററിയിൽ നമ്മൾ ആകെ ഇൻവെർട്ടറിലും വേണ്ട ഒരു കോൺഫിഗറേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിലെ ഫുൾ ചാർജ് വോൾട്ടേജ് എന്ന് പറയുന്നത് 14.6. ഇപ്പൊ 12 വോൾട്ട് ആണ് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത്. മറ്റ് വോൾട്ടേജ് ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ 12 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 1 കിലോവാട്ടിന്റെ ആണ് ഇൻവെർട്ടർ എങ്കിൽ അതിന്റെ ഫുൾ ചാർജ് വോൾട്ടേജ് 14.6 വോൾട്ടിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ കട്ട് ഓഫ് വോൾട്ടേജ് BMS ഷട്ട് ഡൗൺ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. അത് വളരെ പെട്ടെന്നായിരിക്കും 11 to 12 ഒക്കെ 11 to 10ലേക്ക് വരുന്നത്. സോ സ്വാഭാവികമായിട്ട് 10.5ലേക്ക് റേസ് ചെയ്ത് വെക്കേണ്ടി വരും. അതായത് BMS ഓഫ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൺസ് BMS ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ലോഡ് ഡിസ്കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്താൽ മാത്രമേ രണ്ടാമത് BMS ഓൺ ആവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും BMS ഈ പറയുന്ന കംപ്ലീറ്റഡ് കട്ട് ഓഫിന് മുമ്പ് ഇതിനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു 10.5 തന്നെ ആയിരിക്കും മിക്കവാറും ഇൻവെർട്ടേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ലെഡ് ആസിഡിന്റെ. അതുകൊണ്ട് ഇഷ്യൂ ഉണ്ടാവില്ല. അഥവാ 10ലേക്കാണ് കൊടുത്തു വെക്കുന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് മാറ്റി സെറ്റ് ചെയ്യേണ്ടി വരും. അത്ര മാത്രമേ ഇവിടെ ചെയ്യേണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ല. സർ, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട്, സർ നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫ്ലാറ്റഡ് ആകുമെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? ലിഥിയം പ്ലേറ്റിംഗ് പ്ലേറ്റഡ് ആകുമെന്ന് ഫുള്ളി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഓക്കെ. ലിഥിയം പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമല്ല, ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് ഐഡിയ ഉണ്ടല്ലോ അല്ലെ. അതായത് ഒരു ആനോഡില് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഒരു ആനോഡ് ഒരു മെറ്റൽ ഉപയോഗിക്കുക, ഒരു കാഥോഡ് ഒരു മെറ്റൽ ഉപയോഗിക്കുക. ആ മെറ്റൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, ആനോഡിൽ നിന്ന് ഈ പറയുന്ന മെറ്റൽ മറ്റതിന്റെ പുറത്തുനിന്ന് പ്ലേറ്റ് ആവും അല്ലെ. അതാണ് അവിടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ലിഥിയം ബാറ്ററിക്ക് ഉള്ളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ലെഡ് ആസിഡിനുള്ളിൽ നടക്കുന്നത്. അപ്പോ ഈ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒറിജിനൽ മെറ്റീരിയൽ, അതായത് കാഥോഡ് മെറ്റീരിയലിന് പിന്നെ അല്ലെങ്കിൽ ആനോഡ് മെറ്റീരിയലിന് നമ്മുടെ ഇലക്ട്രോലൈറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ഇതിൽ അവശേഷിക്കുന്ന ലിഥിയത്തിനെ നമുക്ക് അപ്പുറത്തെ ഇലക്ട്രോഡിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ഇത് നമ്മളിപ്പോ ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കാഥോഡിലേക്ക് ഫുള്ളി നമ്മുടെ എല്ലാ ലിഥിയത്തിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കാഥോഡിന് ഇലക്ട്രോലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സർഫസ് ഏരിയ ഇല്ലാതെ പോകും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അതായത് ഓൾറെഡി പ്ലേറ്റഡ് ആണ്. ആ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് ഈ പറയുന്ന കാഥോഡിന് നമ്മുടെ ഇലക്ട്രോലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർഫസ് ഏരിയ ഇല്ലാതിരിക്കുക. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. അല്ല, അത് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളേ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സെല്ല് മാത്രം, സ്പെസിഫിക് സെല്ല് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് വൺസ് അത് ഒരു സെല്ല് ഉപയോഗിച്ച് ഒരു ബാറ്ററി പാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം ഒരു ചിലപ്പോൾ 100, 500, 1000, 2000 സെല്ലുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു യൂസേജിനനുസരിച്ചിട്ട് ഇതിന്റെ കപ്പാസിറ്റി, ഇതിന്റെ കംപ്ലീറ്റ് ടെൻഷൻസ് എല്ലാം വേരിയിരിക്കും.
അപ്പോൾ ഇനി ഒരു സെല്ല് മാത്രം റീപ്ലേസ് ചെയ്യുമ്പോൾ ആ സെല്ലും ഇതിന്റെ അതേപോലെ മാച്ച് ചെയ്യുന്ന സെല്ലായിരിക്കണം, അല്ലെങ്കിൽ ആ സെല്ലിന് ടെൻഷൻ കൂടും. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയാ ഓൺഗോയിങ് പ്രോസസ്സാണ്. നമുക്ക് എന്താ പറയാ ബെറ്റർ കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്, കംപ്ലീറ്റ് ബാറ്ററി മാറ്റേണ്ടി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നെക്സോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നെക്സോണിന്റെ ഫുൾ ബാറ്ററി പാക്കും സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻ. അതൊന്നും അത്ര എളുപ്പമല്ല, അതുകൊണ്ട് ഫുള്ളി ഡിസ്ചാർജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. സാർ ഒരു കാര്യം കൂടിയും, അതായത് ഗ്രേഡിംഗ് ഇപ്പോ സർട്ടിഫൈ ചെയ്യുന്നുണ്ടോ? ഗ്രേഡ് എ ഗ്രേഡ് ബി എന്നുള്ളത് സർട്ടിഫൈഡ് ആയിട്ട് ബാറ്ററിയിൽ ഉണ്ടായിരിക്കുമോ ഇപ്പോഴത്തെ ലിഥിയം ബാറ്ററിയിൽ? തീർച്ചയായിട്ടും ഇല്ല. അതായത് ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ആണ്. ഈ മാനുഫാക്ചേഴ്സ് ഇന്ത്യയിലേക്ക് മാത്രം ഗ്രേഡ് ബി കൂടി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് ഗ്രേഡ് ബി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പല മാനുഫാക്ചേഴ്സും. അപ്പോൾ ബാറ്ററി മാനുഫാക്ചേഴ്സ്, ഉദാഹരണത്തിന് FB ടെക്, എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മാനുഫാക്ചർ ആണ് FB ടെക്. FB ടെക് അവരുടെ ഗ്രേഡ് എ സപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഗ്രേഡ് ബി അതേ കോലത്തിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്ക്. അതിന്റെ റാപ്പ് അതുപോലെയാണ്, അതിന്റെ പ്രിന്റിങ് അതുപോലെയാണ്, എല്ലാം അതുപോലെയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് FB ടെക്കുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്തെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് ഈ ഗ്രേഡ് എയും ബിയും തമ്മിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷെ അവർ ഇതുവരെയും തയ്യാറല്ല. കാരണം അവരുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെല്ല് വിൽക്കുന്നത് ഗ്രേഡ് ബി ആണ്. അറിയാലോ, നമുക്ക് ചൈനയിൽ ഗ്രേഡ് ബി വിൽക്കാൻ പാടില്ല, അത് എന്നാലും ഫാക്ടറി പൊട്ടിപ്പോകും. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ യാതൊരു റെഗുലേഷൻസും ഇല്ല. യൂസ്ഡ് സെല്ലുകൾ, ഞാൻ കഴിഞ്ഞ തവണ ഒരു യൂസർ അത് കൊണ്ടുവന്ന ടെസ്റ്റിങ്ങിന് കൊണ്ടുവന്ന സെല്ലുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അത് യൂസ്ഡ് സെല്ലാണ്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക, അവരോട് പറയാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇതൊക്കെ യൂസ്ഡ് സെല്ലാണ്, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സോ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും അത് തിരിച്ചറിയാൻ പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ ചെയ്താൽ മാത്രമാണ് മിക്കവാറും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രിന്റിങ്ങും ഒരു ബ്രാൻഡിങ്ങോ ഒന്നും ഈ പറയുന്ന ഗ്രേഡ് എക്കും ബിക്കും തമ്മിലില്ല. നമ്മുടെ 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി 12 വോൾട്ട് 100 ആച്ച് ഒരു 4 ബാറ്ററി പാരലൽ അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ, അതേപോലെ നമ്മുടെ ലിഥിയം ഫോസ്ഫേറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ലിഥിയം ബാറ്ററിയിലുള്ള പ്രത്യേകത. കാരണം നമുക്ക് BMS ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ 12 വോൾട്ടിന്റെ BMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം വോൾട്ടേജ്, അതിന്റെ അകത്തുള്ള കമ്പോണൻസിന്റെ മോസ്ഫെറ്റ്, കൺട്രോളർ, അതിന്റെ മാക്സിമം വോൾട്ടേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 വോൾട്ട് ആയിരിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ അതിന് സീരീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സീരീസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 24 വോൾട്ട് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ BMS ഫെയിൽ ആവും. പാരലൽ എത്ര വേണോ ചെയ്യാം. പക്ഷെ അങ്ങനെ അതിനേക്കാൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഒരുമിച്ച് ഒറ്റയടിക്ക് 24 ആണെങ്കിലോ 100 ആണെങ്കിലോ 200 ആണെങ്കിലോ അങ്ങനെ ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പാരലൽ ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ അല്ല. ഹലോ സാർ പറഞ്ഞോളൂ. ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ഒരു പ്രീമിയം പാക്കേജിലെ കാറിന്റെ നെക്സോണോ അല്ലെങ്കിൽ ടെസ്ല കാറിന്റെ സെല്ലുകൾ ഇപ്പോൾ 100-200 ഫിക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിലെ വണ്ടി ഓടിക്കുമ്പോഴും ഓടിക്കാത്തപ്പോഴും ഇതിന്റെ ഈച്ച് സെൽ ഈ BMS മോണിറ്റർ ചെയ്യുന്നുണ്ടോ? ഈച്ച് സെൽ സെപ്പറേറ്റ്ലി? തീർച്ചയായിട്ടും ഈച്ച് സെല്ലല്ല, നമ്മൾ ഈച്ച് റോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കിപ്പോ 12 വോൾട്ടില് 4 സീരീസുകളാണ്. അതുപോലെ 300 വോൾട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അറൗണ്ട് 100 സീരീസോളം വരുന്നുണ്ട്. 96 സീരീസ് ആണെന്നാണ് എൻ്റെ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, അത്രയാണ് നെക്സോണിന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 96. അപ്പൊ ഈ 96 സീരീസിനകത്ത് ഒരു സീരീസിനകത്ത് ഒരു 4-5 പാരലൽ ഉണ്ടാവും. ഈ 5 പാരലിന്റെയും ഇത് ഒരൊറ്റ ബാറ്ററി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ 5 പാരലൽ ഉള്ളതിനെയും ഒരുമിച്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. അല്ലാതെ ഈ 5 സെല്ലുകളെയും സെപ്പറേറ്റ് ചെയ്യില്ല. പക്ഷെ ഈ 96നെയും അത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. വേരിയേഷൻ ഉണ്ടാവുന്നത് സെൽ ലെവലാണ്. അപ്പൊ ഒരു സെൽ സീരീസിലെ അത് പ്രശ്നമല്ലേ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരലൽ സെല്ലുകൾ സപ്പോർട്ട് ചെയ്യാത്തത്. പാരലൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല.
കാരണം ഒരു പാരലില് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മറ്റെല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. ആ റോയിലുള്ള ആ ഒരു സീരീസിലുള്ള നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു സംഗതി പറയാം. നമ്മൾ 60 വോൾട്ടിന്റെ നമ്മുടെ സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിലോ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയിൽ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാം. മിക്കവാറും വരിക 20 സീരീസ് 4 or 5 പാരലായി 20S5P എന്നായിരിക്കും നമ്മൾ പറയുക. ഈ 5Pയില് ഒരു സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ആയി എന്ന് വിചാരിക്കുക, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിന്റെ സേഫ്റ്റി വാൽവ് ഓപ്പൺ ആയി, സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ആ സീരീസിലുള്ള ഫുൾ സെല്ലുകളെയും അത് ഡാമേജ് ആകും. അവിടെ ഒന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ സെൽ 24Hന്റെ അതായത് 25Hന്റെ അല്ലെങ്കിൽ 100Hന്റെ ഒറ്റ സെൽ അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഓപ്ഷൻ. ദാറ്റ് വിൽ ബി കോസ്റ്റ്ലി, ബട്ട് ദാറ്റ്സ് ഓൺലി ഓപ്ഷൻ വി ഹാവ്. പിന്നെ ഈ വണ്ടി ഓടിക്കാത്ത സമയത്ത് മോണിറ്ററിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ BMS എന്ന് പറയുന്നത് 24/7 മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേഷനറി ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആക്റ്റീവ് ബാലൻസേഴ്സ് എന്ന് പറയുന്ന ബാലൻസിങ് സർക്യൂട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് 24/7 വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് എവിടെയെങ്കിലും ഒരു മൈന്യൂട്ട്, അതായത് പോയിന്റിന് ശേഷമുള്ള 3ഉം 4ഉം ഡിജിറ്റ് വരെ എന്ത് ചെയ്യും, വോൾട്ടേജുകളെ മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാതെ പരമാവധി സൂക്ഷിക്കുന്നുണ്ട്. ഈ BMS ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിന് മോണിറ്റർ ചെയ്യാൻ വേറെ വല്ലതും ഉണ്ടോ? ബ്രെയിൻ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ബ്രെയിനിന് അതിനുണ്ടാകുന്ന ഡാമേജ് റെക്ടിഫൈ ചെയ്യാനുള്ള കഴിവില്ല. സെയിം ആപ്ലിക്കബിൾ ഹിയർ ടു. BMS ആണ് പിന്നെ അതിന്റെ ചാർജിങ് കട്ട് ഓഫും മാനേജ് ചെയ്യണ ചാർജറിന്റെ. തീർച്ചയായിട്ടും സാർ. അതായത് ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഒരു കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു സെല്ലിന്റെ വോൾട്ടേജ് എത്ര വരെ പോകാം, ഒരു നമ്മുടെ ടോട്ടൽ സർക്യൂട്ടിൽ എത്ര വരെ കറണ്ടുകൾ പോകാം, ഇപ്പോ അതിനിടയ്ക്ക് ടെമ്പറേച്ചർ എത്ര വരെ റൈസ് ആകാം, ഇങ്ങനെ അത് എത്ര ലോ ടെമ്പറേച്ചർ എത്ര വരെ പോകാം, ഇങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് നമ്മൾ നമ്മുടെ കൺട്രോളറിൽ പറയുന്നുണ്ട്. BMSന്റെ കൺട്രോളറിൽ നമ്മൾ ഓൾറെഡി കോഡഡ് ആണ്. ഈ സംഗതികളുടെ ഏതെങ്കിലും ഒന്നിൽ ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ സേഫ്റ്റി സിസ്റ്റം മോസ്ഫെറ്റുകളെ കട്ട് ഓഫ് ചെയ്യും, അതായത് ഗേറ്റ് വേ കട്ട് ഓഫ് ചെയ്യും. അങ്ങനെ സ്വാഭാവികമായും ചാർജ് ആണെങ്കിലും ഡിസ്ചാർജ് ആണെങ്കിലും അവിടെ കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ഒരു ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിലോ അല്ലെങ്കിൽ 0ക്ക് താഴെയാണെങ്കിലോ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാലോ ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മോസ്ഫെറ്റ് എന്ത് ചെയ്യും, ഓഫ് ആവും, BMS ഷട്ട് ഡൗൺ ചെയ്യും, ബാറ്ററി ചാർജ് ആവില്ല. അതുപോലെ തന്നെ ഡിസ്ചാർജിനും ഇത് സംഭവിക്കുന്നുണ്ട്. സമയം ഇനിയുണ്ടോ സാർ? നമ്മുടെ 2 ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട് ക്ലബ് ഹൗസിൽ നിന്ന്. പ്ലീസ്. SMPS ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതോടൊപ്പം അതുപോലെ BMS can manage CC and CV. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, CCCV മാനേജ് ചെയ്യുന്ന SMPSകളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള SMPSകൾ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന SMPSകൾ എന്ന് പറയുന്നത് CCCV മാനേജ് ചെയ്യുന്നവയാണ്. ചില നല്ല കമ്പനികളുടെ ബ്രാൻഡുകളുടെ ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബക്ക് ബൂസ്റ്ററോ അല്ലെങ്കിൽ ബക്ക് കൺവെർട്ടേഴ്സോ ഉപയോഗിച്ചുകൊണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബക്ക് കൺവെർട്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലിഥിയം സെല്ലുകൾ ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഇനി BMSന് CCCV മാനേജ് ചെയ്യാനുള്ള കഴിവില്ല. BMS എന്ന് പറയുന്നത് ഒരു ടാങ്കിലുള്ള ഒരു പൈപ്പ് പോലെയാണ്, ഒരു വാൽവ് ആണ്. ആ വാൽവ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ, നമ്മൾ പറയുന്ന പാരാമീറ്ററിലുള്ള ഏതെങ്കിലും ഒരു പാരാമീറ്റർ ചേഞ്ച് ആവുകയാണെങ്കിൽ ആ വാൽവ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ BMS ചെയ്യുന്നുള്ളൂ. സോ നെവർ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഒരുപാട് പേര് പല സംഗതികളും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതായത് BMS എല്ലാം ചെയ്യുമെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. BMSന് വേറെ ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. BMS is only doing one thing, just cutting off and disconnecting battery from the load or charging circuit. അത്രേ ചെയ്യുന്നു. 10 മണിയോടെ അടുത്തായി. ഫുൾ ചാർജ് ആണ് വരെ സെയിം കറണ്ട് തന്നെ, ഈക്വൽ കറണ്ട് തന്നെ കൊടുക്കേണ്ടി വരില്ല.
അല്ല സാർ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CCCV എന്ന് പറയുന്നത്. നമുക്ക് 3 മോഡാണ് ബേസിക്കലി നമ്മുടെ ലിഥിയം ബാറ്ററികൾക്കുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് VV ആണ്, അതായത് വേരിയബിൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് കറണ്ട് ആണ്. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് CCCV ആണ്, അതായത് അറൌണ്ട് 20% to 80% കോൺസ്റ്റന്റ് വോൾട്ടേജും കോൺസ്റ്റന്റ് കറണ്ടും ആയിരിക്കും നമ്മുടെ സർക്യൂട്ട് സപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജും വേരിയബിൾ കറണ്ടും ആയിരിക്കും, VCU ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും മാനേജ് ചെയ്യാൻ കഴിവുള്ള ചാർജേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. പക്ഷെ സെല്ല് തന്നെ ഒരു പരിധി വരെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുഷ് ഇല്ലാത്ത, അതായത് ചില പവർ സപ്ലൈസ് ഉണ്ട് പുഷ് ചെയ്യുന്ന സപ്ലൈസ്. ആ പുഷ് ചെയ്യാത്ത സപ്ലൈസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ മാനേജ്, ഇറ്റ് ക്യാൻ റൺ സേഫ്ലി. പുഷ് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ക്യാൻ ഡാമേജ് ദ സെൽ. ഓക്കെ, ഇനി ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് 1-2 പേർക്കൊന്ന് പറയാമോ? അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. സാറ് നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ചും സാറ് വളരെ ടൈം എടുത്തും വളരെ എഫേർട്ട് എടുത്തും എല്ലാവരും ചോദിച്ച സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തന്നു. അപ്പോൾ ഈ ക്ലാസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ സൗണ്ട്. അംഗീകാരമുള്ള യാത്രാ ടിക്കറ്റോ പ്ലാറ്റ്ഫോം ടിക്കറ്റോ യാത്രാ വേളയിൽ കൈവശം വെക്കേണ്ടതാണ്. കൃത്യ പ്ലാറ്റ്ഫോം पर प्रवेश എല്ലാവിധ ഡൗട്ടുകളും തീർക്കാൻ പറ്റി. വളരെയധികം ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, ഒക്കെ ഏകദേശം തീർക്കാൻ പറ്റി. Thanks for explaining everything in detail and answering thanks a lot for a very good explanation. Thanks. വളരെ നന്ദിയുണ്ട് സാർ, അതിമനോഹരമായിട്ട് സാറിന്റെ ദൗത്യം നിർവഹിച്ചിരിക്കുകയാണ്. ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്ന വേറെ ആളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന്റെ എക്സ്പെർട്ടൈസ് വളരെ നല്ലതാണ്. വളരെ നന്ദി. സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ഇടാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഇതാണോ? ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു സാർ. 150 പേര് ക്ലബ് ഹൗസിൽ കേട്ടിട്ടുണ്ട് സാറിന്റെ ഇത്. താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ക്ലബ് ഹൗസ് ടീം. നമസ്കാരം കണ്ണൻ സാറേ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. വിനോദാണ്, കാസർഗോഡ്. ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറിനോട്. പിന്നെ ഇതുപോലൊരു അവസരം തന്ന കണ്ണൻ സാറിനാണ് പ്രത്യേകിച്ച് നന്ദി. ഞാൻ ഈ സോളാറായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് താങ്കളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 പാനൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ 400 വാട്ട്സിന്റെ. അതിന് ഉപയോഗിക്കുന്ന ബാറ്ററി ഇപ്പോൾ തൽക്കാലം 150 ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു സംശയം ചോദിക്കാനൊക്കെയായിരുന്നു, അപ്പോഴേക്കും കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി കണ്ണൻ സാറിനോട് മെസ്സേജ് വിടാം. ഓക്കെ, താങ്ക് യു. ഏതായാലും റഷ്ഫിൻ മുഹമ്മദ് സാർ, താങ്ക് യു വെരി മച്ച്. അപ്പം ഇന്നത്തെ സെഷൻ എല്ലാവർക്കും വളരെ ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനിയും ക്വസ്റ്റ്യൻ എല്ലാവരും തീർന്നിട്ടില്ല. ഇനി നമുക്ക് മറ്റൊരു സമയത്ത് ഒരു സെഷനും കൂടെ വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ ഓൺ ഗ്രിഡിന്റെ സെഷൻ ആയിരിക്കും ഇത് ചെയ്യുന്ന. റഷ്യന്റെ ഒരു പ്രത്യേകത, ആളുടെ ഡൗട്ട്സ് അവരുടെ എക്സാമ്പിൾ സഹിതം ക്ലിയർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടായിരുന്നു പ്രസന്റ് ചെയ്തത്. കുറച്ച് ഇപ്പം നമ്മൾ 2 മണിക്കൂറോളം 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പറയുക എന്ന് പറയുന്നത് അത് വളരെ ഒരു സ്ട്രെയിൻ ആണ്. അത്രയും സമയം റഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇതുപോലെ ക്ലബ് ഹൗസിൽ ഏകദേശം 150-ലധികം പേര് അതിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല കമന്റ്സ് ആണ് അവിടെ നിന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്ലാസ്സിന് വേണ്ടി വന്ന റഷ്യനും ഞങ്ങളുടെ ക്ലബ് ഹൗസിന്റെ പേരിലും അതേപോലെ സോളാർ ടെക് ട്രെയിനിങ് ഗ്രൂപ്പിന്റെ പേരിലും നന്ദി പറയുന്നു. അപ്പം ഇനിയും ഒരു സെഷന് ഞങ്ങൾ വിളിക്കാം. അപ്പൊ അതിനും വന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതുപോലെ ഇവിടെ ഇതിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
Thank you so much for giving such an opportunity here. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കണ്ണൻ സാറിന്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ അഡ്മിൻസിന്റെ കയ്യിലും എൻ്റെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട്സും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ്റെ നേരത്തെ കാണിച്ചിട്ടുള്ള ഇമെയിലിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഹാൻഡിൽസ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നേ www.electra.in കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരുടെയും എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൺസേൺ പേഴ്സൺ ആരാണോ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് അതിന്റെ നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ഡൗട്ട് എന്താണോ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനുണ്ടാവും. ഇപ്പോ കണ്ണൻ സാർ, ഞങ്ങളിപ്പോ പുതിയൊരു ശരിക്കും കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന ട്രെയിനിങ് സെഷൻസ് ആഫ്റ്റർ കോവിഡ് ഇപ്പോൾ ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. സോ മന്ത്ലി ഒരു സാറ്റർഡേ ലിഥിയം ബാറ്ററീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ചും ഒക്കെ അടുത്തറിയാനും അതിന്റെ ഡൗട്ട്സ്, ഇപ്പോൾ ട്രാൻസ്ഫോമിങ്ങിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര ദൂരം പോകാൻ പറ്റും, വണ്ടികൾ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെ കഴുകാമോ, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ, നിറയെ ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് പേര് പലപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പല പ്രസന്റേഷനുകളിലൊക്കെ പോകുമ്പോൾ ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ ചില എന്താ പറയുക ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ പോലും വളരെ ബേസിക് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പിന്നെ സാധാരണക്കാർക്ക് അതിനേക്കാൾ ഏറെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അറിയാനും അടുത്ത് ഇടപഴകാനും വേണ്ടിയിട്ട് ഒരുപാട് മാനുഫാക്ചേഴ്സിന്റെ വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെയൊക്കെ അടുത്തറിയാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള സെഷൻസ് മന്ത്ലി ഒരു സാറ്റർഡേ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എല്ലാ മാസവും കൃത്യമായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ആ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ് കോൺഗ്രിഡിനെ കുറിച്ചാണ്. അപ്പം അടുത്ത ആഴ്ച നമുക്ക് ഞായറാഴ്ച 8 മണിക്ക് കൂടി വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ.